ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടണം. പേരെങ്ങനെ? ഐശ്വര്യ. സ്കൂള് നളന്ദ. ഓക്കെ. ഫ്ലാവിയ. നൈപുണ്യ. നദ. സെന്റ് ജൂലിയാസ്. ഓക്കെ. ഇവർ രണ്ടുപേരും നമുക്കറിയാവുന്നതാണ്. നമുക്ക് കുറച്ചുപേരും കൂടി KV-യിലെ പിള്ളേരുണ്ട്, അവർ എത്താനുണ്ട്. അപ്പോൾ അതെടുക്കുമ്പോൾ പോർഷൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ഒക്കെ ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പോൾ ആ ക്ലാസ്സുകളിൽ അവർക്കുള്ള ജനറൽ ക്ലാസ്സുകളിൽ ഇയാൾ KV ആണ്. ഇപ്പൊ കഴിഞ്ഞിട്ടില്ല അല്ലേ? എന്നാ ഈ ലാസ്റ്റ് കഴിയണേ? 19th കഴിയുള്ളൂ. ഓക്കെ. അത് കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ കേട്ടോ, ഞാൻ ചോദിക്കും എന്തായാലും കേട്ടോ. ഇന്ററാക്ഷൻ ഉണ്ടാവണം, എന്നാലേ ക്ലാസ്സുകൾ നമുക്ക് ക്ലിയർ ചെയ്തുള്ളൂ. ഇതൊരു ഫസ്റ്റ് സെക്ഷൻ ആണ്. അപ്പൊ നമുക്കൊന്ന് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോവാം. സ്കൂളുകളിൽ ഏതൊക്കെ സ്റ്റാർട്ട് ചെയ്തു? സൊല്യൂഷൻസ് തുടങ്ങി. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാ സ്റ്റാർട്ട് ചെയ്യാം? 18th തുടങ്ങും. എന്ന് പറഞ്ഞു. ഹാലോ ആൽക്കെയ്ൻ ആൻഡ് ഹാലോരി. ഹാലോ ആൽക്കെയ്ൻ ആൻഡ് ഹാലോരി. നിങ്ങൾക്ക് പിന്നെ സമയമുണ്ട് അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്കൊക്കെ ഏതൊക്കെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? ഇഫ മോൻ പറഞ്ഞു. ഏതാ? ഹാലോ ആൽക്കെയ്ൻ അല്ലെ? ഹാലോ ആൽക്കെയ്ൻ. ഹാലോ ആൽക്കെയ്ൻ ആൻഡ് ഹാലോരി. ഇഫയ്ക്ക് ഏതായിരുന്നു? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. ഓർഗാനിക് ഉണ്ട്. നമ്മൾ ഒരു ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2 ടെക്സ്റ്റ് ബുക്ക് ആണ്. അതിൽ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു ചാപ്റ്റർ എടുക്കും, അത് കഴിഞ്ഞാൽ അടുത്ത ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെയാണ് എടുത്തെടുത്ത് പോവുക കേട്ടോ. ഓക്കെ. ഇപ്പൊ ഇന്ന് സൊല്യൂഷൻ തന്നെയാണ് തുടങ്ങുന്നത് എന്ന് കരുതി നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എക്സാം ആവാണ്. ഇപ്പൊ ഓർഗാനിക് ഉള്ള ആൾക്കാർ, ഇപ്പൊ 3 പേർക്ക് ഓർഗാനിക് ഒന്നെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ എക്സാം ആണ് എങ്കിൽ ആ പോർഷൻസ് ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർഡറിലൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഓർഗാനിക്കിലേക്ക് പോകും. അങ്ങനെ മാറി തിരിഞ്ഞെടുക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്കൂളുകളിലും പല രീതിയിലാണ്. നമ്മൾ അത് മാറില്ല. ഇപ്പൊ ഇതിൽ കണ്ടോ, ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റേഴ്സിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് നമ്മൾ അതാണ് അറിയേണ്ടത് അല്ലെ? ടോട്ടൽ 10 ചാപ്റ്റേഴ്സ്. ഏതൊക്കെയായിരുന്നു? ചാപ്റ്റർ ഫസ്റ്റ് സൊല്യൂഷൻ കേട്ടോ, ഓർത്തോക. ആദ്യം അത് പഠിക്കണം കേട്ടോ, ഓർത്തോക. സൊല്യൂഷൻ. പിന്നെന്തായിരുന്നു? ഇലക്ട്രോ കെമിസ്ട്രി. പിന്നെ കെമിക്കൽ കൈനറ്റിക്സ്. പിന്നെന്തായിരുന്നു? D&F കേട്ടോ, ഓർത്തോക. D&F നിങ്ങൾക്ക് 3rd ചാപ്റ്റർ 11th ഏതായിരുന്നു? പീരിയോഡിക് ടേബിൾ ഇല്ലേ? അതിന്റെ കണ്ടിന്യൂഷൻ ആണ് അല്ലെ? ഓർത്ത് നോക്കുക. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് D&F. 5th ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലെ? കോർഡിനേഷൻ കോമ്പൗണ്ട്. ദെൻ 6th ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോരി. 7th ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതർ. ദെൻ നെക്സ്റ്റ് ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. പിന്നെ വരുന്നത് അമീൻസ് അല്ലെ? അമീൻ. ലാസ്റ്റത്തെ ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. അപ്പൊ ചാപ്റ്ററിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം ഫസ്റ്റ്. ഇനി ഇതിന്റെ സൈഡിൽ എഴുതിയിരിക്കുന്നതിന്റെ മാർക്കാണ്. മാർക്ക് ഏറ്റവും ഹൈയസ്റ്റ് വെയിറ്റേജ് ഏതെങ്കിലും നോക്കിയിട്ട് പറഞ്ഞേ. ഏതായിരുന്നു ഏറ്റവും ഹൈയസ്റ്റ് വെയിറ്റേജ്? ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ടോ? ഓർത്ത് നോക്കുക. ഇലക്ട്രോ കെമിസ്ട്രി. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹൈയസ്റ്റുകൾ നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ വരും അല്ലേ? ഏറ്റവും നിൽക്കുന്ന നോക്കിയേ ഉണ്ടോ? ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ഈ ചാപ്റ്റർ ആണ് നമുക്ക് ഉള്ളതിൽ ഒരു ടഫ് ചാപ്റ്റർ ആയിട്ടുള്ളത്. ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് കേട്ടോ, ഓർത്ത് നോക്കുക. ഈ ഓർഗാനിക് ആണ് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ടഫ് ആയിട്ടൊക്കെ നിൽക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. പിന്നെ 7 കുറെ ആൾക്കാരുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഓർത്ത് നോക്കുക. പ്രയോറിറ്റൈസേഷൻ കൊടുക്കുമ്പോൾ മാർക്കിനും കൂടി കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് ക്ലിയർ ചെയ്ത് പഠിച്ചു വെക്കാം. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം കെമിസ്ട്രിയുടെ നോക്കി കഴിഞ്ഞ സമയത്ത് പാറ്റേൺ അവരൊന്നും മാറ്റിയിട്ടില്ല. കറക്റ്റ് ഒരു പാറ്റേണും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ 11th എന്ന് 12th വരുന്ന സമയത്തുള്ള ചേഞ്ചസ് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. 12th ബോർഡ് എക്സാം ആണ്. ബോർഡ് എക്സാം ആകുമ്പോൾ നമുക്ക് എന്താണ്, ബോർഡിന്റെ പാറ്റേണും ബാക്കി കാര്യങ്ങളും നോക്കി കറക്റ്റ് ആയിട്ട് ഓർഡറിൽ സ്ലോ ആൻഡ് സ്റ്റഡി കേട്ടോ, സ്ലോ ആൻഡ് സ്റ്റഡി അങ്ങനെ കറക്റ്റ് ആയിട്ട് പോയാൽ മതി കേട്ടോ. അപ്പൊ മാർക്കൊക്കെ തനിയെ വന്നോളൂ വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടുത്തെ പാറ്റേൺ ആദ്യം പറയാം. ആദ്യം കണ്ടന്റ് ഒന്ന് ക്ലിയർ ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കുക. കണ്ടന്റ് മനസ്സിലായ അത് കഥ പോലെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റണം. ഞാൻ ചോദിക്കുകയും ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കുക. അവർക്ക് അറിയാം അല്ലെ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കും. പറയുന്നത് കിട്ടാത്തതാണെങ്കിൽ എന്ത് വരും അല്ലെ? 2 ഓപ്ഷൻ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഇല്ലാത്ത. പക്ഷെ കിട്ടിയില്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്യാം. കണ്ടന്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഇയറിൽ വരുന്ന ആ ടോപ്പിക്കിന് അല്ലെ, ഓരോ ടോപ്പിക്സ് ഉണ്ടാവും. ആ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പഠിക്കുക എന്നുള്ളതാണ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഫസ്റ്റ് കണ്ടന്റ്, പിന്നെ എന്താ അറിയണം? പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെ? ഇപ്പൊ നമുക്കൊരു 3 ഇയർ ആയിട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതെന്തായിരുന്നു? മൾട്ടിപ്പിൾ ചോയ്സ്, അസേർഷൻ, റീസൺ അല്ലെ? 1 മാർക്ക്, 2 മാർക്ക് അല്ലെ? 3 മാർക്ക് അങ്ങനെ വരുന്ന കാറ്റഗറൈസേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും കേട്ടോ, ഓർത്ത് നോക്കുക. കാറ്റഗറൈസേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്ത് പഠിച്ചോണ്ടി വരും. അപ്പൊ അതിന് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക്
ഓരോന്നായിട്ട് തരും കേട്ടോ. ഓക്കെ, സ്റ്റഡി മെറ്റീരിയലില് ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ ഈ നെറ്റ് കണ്ടന്റ് ഇത് ഞാൻ എഴുതിയേക്കുന്നതാണ്. ആക്ച്വലി ഈ ചാപ്റ്ററിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തത് ലാസ്റ്റ് കൊടുക്കുക ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുപോയി കളയും എന്നുള്ള രീതിയിൽ കേട്ടോ. ഇത് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ് എന്ന് പറഞ്ഞാൽ മാർക്ക് വൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ എഴുതി ക്ലിയർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. മാർക്ക് വൈസ് ചെയ്തിട്ട് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നതും അതിന്റെ ടോപ്പിക്കുമാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം 2 പേജിലാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് അൾട്രാ ക്ലിയർ ആയിരിക്കണം. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എന്റെ കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് തരുന്നത്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ PDF അയച്ചിടാം കേട്ടോ. ഓക്കെ, ഇവിടെ വന്ന് കളക്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വന്നൊന്ന് കളക്ട് ചെയ്യും വേണം കേട്ടോ. ഓർത്ത് നോക്കാം. പക്ഷെ നേരത്തെ ഒന്ന് വിളിച്ച് പറയണം. നിങ്ങളെ ഞാൻ വിളിപ്പിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ബുക്സ് ഉണ്ട്. ബുക്സ് പ്രിന്റ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇത് പാസ്റ്റ് ഇയറിന്റെ ക്വസ്റ്റൻസ് ആണ്. ഇതിനേക്കാളും കുറച്ചും കൂടി മാറ്റം വരുത്തി അസേഷൻ റീസണും എല്ലാനും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒറ്റ ബുക്ക് ആയിട്ട് എടുക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. ഇത് കഴിഞ്ഞ വർഷം കൊടുത്ത ബുക്കാണ്. അതിന് മുമ്പത്തെ വർഷം കൊടുത്തേക്കുന്ന ബുക്ക് പണ്ടത്തെ ബുക്ക് ഇതായിരുന്നു നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ബുക്ക് എന്താന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാ? എത്ര ചാപ്റ്റർ ഉണ്ടായിരുന്നു പഠിക്കാൻ? എത്ര ചാപ്റ്റർ ഉണ്ടായി? 16 ചാപ്റ്റർ. ഇപ്പൊ എത്ര ചാപ്റ്റർ? 10 ചാപ്റ്റർ ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. 16 ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഇപ്പൊ 10 ചാപ്റ്റേഴ്സ് ഉള്ളൂ. ആക്ച്വലി ഉണ്ടോ, ചെറുതായി അല്ലെ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായി. അപ്പൊ ഓർത്ത് നോക്കാം. അപ്പൊ ഇതുപോലത്തെ ബുക്സ് ഉണ്ടാവും. ആ ബുക്സിൽ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഒക്കെ പോകണം. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് ഡെഫിനിഷൻസും ബാക്കി കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കുറവ്. ഇതെന്താ? ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് എന്ന് കരുതി വെറുതെ ഇരിക്കാൻ പറ്റില്ല, എഴുതേണ്ടി വരും കേട്ടോ. ഓർത്തോക്കെ ഡെഫിനിഷൻസ് ഒക്കെ എഴുതേണ്ടി വരും. കൈയൊക്കെ ഓടിയിട്ട് അല്ലെ ശരിയാവില്ല. പ്രഭു ഒക്കെ അല്ലെ പറയും എഴുതിയില്ലെങ്കിൽ ഇഷ്ടമല്ല എന്നൊക്കെയാ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എഴുതിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ നോട്ട്സ് നിങ്ങൾ കയ്യിലെടുത്ത് വെക്കുക, കൊണ്ടുപോയി കളയരുത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം കേട്ടോ. പാസ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ആ 2 ഉണ്ട് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാനിത് അയച്ചിട്ടേക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. നോട്ട് ഉണ്ട്, ഡീറ്റെയിൽ നോട്ടും ബാക്കി കാര്യങ്ങൾ എന്റെ PDF അയച്ചിടാം. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടോ ഇവിടെ വന്ന സമയത്ത് ഒന്ന് കളക്ട് ചെയ്ത് നോട്ട് എന്തായാലും കളക്ട് ചെയ്ത് കൊണ്ടുപോവാ. ബുക്സ് വേറൊരു ഏകദേശം നമ്മൾ അടുത്ത സെക്ഷൻസ് ഒക്കെ ആകുമ്പോഴേക്കായിരിക്കും ആവുന്ന എന്തെങ്കിലും ചേഞ്ച് വരുത്തിക്കാലോ എന്ന് കരുതിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അടിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ജൂൺ നിങ്ങൾക്ക് അടുത്ത സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ മെയ് ലാസ്റ്റ് വീക്കോടുകൂടി ആ മെറ്റീരിയൽസ് ഫുള്ള് നിങ്ങൾക്ക് എല്ലാവർക്കും തരുകയും ചെയ്യും കേട്ടോ. ഓർത്തോക്ക് ഇതുപോലെയുള്ള ബുക്സുകൾ തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഓർത്തോക്ക്. അപ്പോൾ ടോട്ടൽ എത്ര ചാപ്റ്റർ? 10 ചാപ്റ്റേഴ്സ്. വെയിറ്റേജ് ഏകദേശം മൈൻഡിൽ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ കൊണ്ടുവരണം കേട്ടോ. ഓർത്തോക്ക്. നിങ്ങൾക്ക് ഈ സംഭവം തന്നേക്കുന്നതിന് 2 കാരണമുണ്ട്. ഒന്ന്, ഈ സെക്ഷൻസിൽ നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോട്ടൊക്കെ എഴുതി ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യുക, ആ സെക്ഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുക കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഓർഗാനിക് എടുത്തേക്കുന്ന ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓൺലൈനിൽ ഒരാളും കൂടി ഉണ്ട് അല്ലെ? ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഒരാളും ഓർഗാനിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ചാപ്റ്ററിന്റെയും കണ്ടന്റുകൾ ഒന്ന് ഓർഡറിലൊന്ന് കൊണ്ടുവരാം കേട്ടോ. ഓർത്ത് നോക്കാം. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. സൊല്യൂഷൻസിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതില് സൊല്യൂഷന്റെ ഡെഫിനിഷൻ ആണ് അല്ലെ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. സോല്യൂട്ട് ആൻഡ് സോൾവെന്റ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോല്യൂട്ട് ആൻഡ് സോൾവെന്റ്. വാട്ട് യു മീൻ സോല്യൂട്ട്? സോല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൊല്യൂഷനിലെ ലെസർ ക്വാണ്ടിറ്റി വന്നാൽ അതിനെ എന്ത് വിളിക്കും? സോല്യൂട്ട്. അപ്പൊ ലാർജർ ക്വാണ്ടിറ്റി എന്തായിരിക്കും? സോൾവെന്റ്. ലാർജർ ക്വാണ്ടിറ്റി എന്തായിരിക്കും? സോൾവെന്റ്. ഇതാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത്. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. നിങ്ങൾക്കറിയാം സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോൾട്ട് എന്തായിരിക്കും? സോൾട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോളിഡ് അല്ലേ? മറ്റെന്തായിരിക്കും? ലിക്വിഡ്. അപ്പൊ സോളിഡ് ഇൻ ലിക്വിഡ് ആണ് ഓർത്ത് നോക്കുക. അങ്ങനെ വരുന്നതാണ് എന്താ? സോൾട്ട് സൊല്യൂഷൻ. അങ്ങനെ വരുന്ന അല്ലെ? ഓക്കെ. ദെൻ അലോയ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബ്രാസ്, ബ്രോൺസ് അല്ലെ? ഓർത്ത് നോക്കുക.
അങ്ങനെ വരുന്ന എന്തായിരിക്കും? രണ്ടും സോല്യൂട്ടും സോൾവെന്റും അത് രണ്ടും എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. അങ്ങനെ വരുന്ന ഒരു കുഞ്ഞു ടേബിൾ, അതിൽ നിന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കാം. അപ്പൊ ജസ്റ്റ് അത് നോക്കാം. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. കേട്ടോ, കൂളായിട്ടിരുന്ന ആദ്യം ഒന്ന് കേൾക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വരുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 11th ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കുകളെല്ലാം ഏതായിരിക്കും? 11th ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്സ് എന്തൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു? മാസ് പെർസെന്റേജ്. എന്തൊക്കെയാ വരുന്നത്? മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് ഓഫ് ദി സോല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ഉണ്ടോ? ഓക്കെ, അതാണ് മാസ് ഓഫ് ദി മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ മാർക്കിന്റെ ഒക്കെ പെർസെന്റേജ് നോക്കുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. ആ ഫോർമാറ്റ് ആണ് അവിടെയും കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വരുന്നത് വോളിയം പെർസെന്റേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. വോളിയം പെർസെന്റേജ് എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് ദാറ്റ് കമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100 ആ രീതിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഏരിയ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മൊളാരിറ്റി. മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. വാട്ട് യു മീൻ മൊളാരിറ്റി? മൊളാരിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മൊളാരിറ്റി. ദെൻ മൊളാലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അതാണ് എന്തിൽ വരുന്ന? മൊളാലിറ്റി. ദെൻ മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണന്റ്. ഇതാണ് എന്ത് വരുന്നത്? മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ കൈ എ ഈക്വൽ ടു എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി അല്ലെ. അങ്ങനെ പറയുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്ന അതാണ് മോൾ ഫ്രാക്ഷനിൽ വരുന്നത്. ഇത്രയും ആണ് ആദ്യത്തെ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഒരെണ്ണം കൂടി ഉണ്ട്, പി പി എം, പാർട്സ് പെർ മില്യൺ അല്ലെ. പി പി എം എന്തായിരുന്നു? പി പി എം നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻറ്റു 10⁻⁶. അതാണ് പി പി എം. ഇതൊക്കെയാണ് ഞാൻ ആദ്യത്തിൽ നിങ്ങൾക്ക് തന്നേക്കുന്ന പ്രിന്റ് നോട്ടിൽ എഴുതി വെച്ചേക്കുന്നത്. അതാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് 1, 2, 3 ഇങ്ങനെ നമ്പർ ഇട്ട് വളരെ ക്ലാരിറ്റിയിലെ ടോപ്പിക് കൊണ്ടുവരാണ്. ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കുക. ക്ലാരിറ്റിയിൽ ആ പഠിക്കുന്ന ടോപ്പിക്കിന്റെ കറക്റ്റ് ഓർഡറാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ, ഓർത്ത് നോക്കുക. അത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ മൊത്തം ആവും. പക്ഷെ ഡീറ്റെയിൽ ആണ് അതെല്ലാം അല്ലെ. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാല് നെക്സ്റ്റ് വരുന്നത് ഇവിടെ സോലുബിലിറ്റി ആണ് അല്ലെ. ഈ ചാപ്റ്റർ എന്താ? സൊല്യൂഷനാണ്. സോലുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. ഇവിടെ നോക്കിയൊരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്നുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് ഞാൻ ഒരു സോൾട്ട് ഇടുകയാണ്, എന്നിട്ട് സ്റ്റിർ ചെയ്യാണ് അല്ലെ. ആ പ്രോസസ്സിന് എന്ത് വിളിക്കും? അങ്ങനെ അല്ലെ, എന്തായിരിക്കും? സോലുബിൾ ആവുന്നു അല്ലെ. ആ പ്രോസസ്സിന് എന്ത് വിളിക്കും? ഡിസൊല്യൂഷൻ. എന്താ വിളിക്കുന്നത്? ഡിസൊല്യൂഷൻ. അപ്പൊ കേൾക്കുമ്പോൾ ഒരു പേര് കേൾക്കുന്നു, ഒന്നുമില്ല അല്ലെ. ഓർത്ത് നോക്കുക അല്ലെ. അമ്മ ചായയില് ഇങ്ങനെ ചായയൊക്കെ ഇങ്ങനെ അല്ലെ, പഞ്ചസാരയൊക്കെ കലക്കുമ്പോൾ ഇനി പറയണം this is a dissolution process is take place കേട്ടോ, ഓർത്ത് നോക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോളിഡ് ഡിസോൾഡ് ഇൻ എ ലിക്വിഡ് ആൻഡ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഡിസൊല്യൂഷൻ. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ആ ടോപ്പിക്കിൽ വരുന്നത്. നെക്സ്റ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും? നല്ല ചൂട് ചായ, തണുത്ത ചായ, ഏതിലായിരിക്കും ഷുഗർ ഡിസോൾവ് ചെയ്യുന്നത് അല്ലെ? നല്ല ചൂടിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസോൾവ് ആവും അല്ലെ, അല്ലെ. അപ്പൊ അതാണ് അടുത്ത ടോപ്പിക്. അങ്ങനെ ഓർത്ത് പഠിക്കണം. അപ്പൊ എന്തായിരിക്കും? സോലുബിലിറ്റി എങ്ങനെയാ? ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോലുബിലിറ്റി ഓൾസോ ഇൻക്രീസസ് കേട്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ ആ ടോപ്പിക് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ്, ഇപ്പൊ എന്താ പഠിപ്പിച്ചത്? സോളിഡ് ഇൻ ലിക്വിഡ്. അടുത്ത എന്തായിരിക്കും? ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് എങ്ങനെയാണ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യാം? അതാണ് വരുന്നത് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്ത് നോക്കേണ്ട സോഡ അല്ലെങ്കിൽ കൊക്കക്കോള അങ്ങനെയുള്ള അല്ലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഓർത്ത് വെക്കാൻ പറ്റും. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ എന്താ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്തിലേക്ക് ഡിസോൾവ് ചെയ്യും അല്ലെ? ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് എന്തിലേക്ക് ഡിസോൾവ് ചെയ്യും? ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യും. ആ പ്രോസസ്സിന് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്യാസ് ഇൻ ലിക്വിഡ്. ഹെഡിങ് എന്തായിരുന്നു? ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇവിടെ ഒരു ലോ കൊണ്ടുവരുന്നുണ്ട്, ഹെൻറീസ് ലോ. കേട്ടിട്ടുണ്ടോ? ഈ ലോ നിങ്ങൾക്ക് 11th പഠിക്കാനുണ്ടായിരുന്നു. ഹെൻറീസ് ലോ ഏത് ചാപ്റ്റർ ആയിരുന്നു? ഇക്വിലിബ്രിയം കേട്ടോ. ഇക്വിലിബ്രിയത്തിൽ ഫിസിക്കൽ ഇക്വിലിബ്രിയം ഇല്ലേ, അത് കഴിഞ്ഞിട്ട് ഹെൻറീസ് ലോ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഫിസിക്കൽ ഇക്വിലിബ്രിയം അല്ലെ, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഫസ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ. അതില് ഈ ഹെൻറീസ് ലോ പറയുന്നത് ഇത്രയുള്ളൂ. നിങ്ങൾ ഒരു സോഡാ മേക്കറിൽ പണ്ടൊക്കെ മിസ്റ്റർ ബട്ട്ലർ എന്ന് പറഞ്ഞൊരു സോഡാ മേക്കർ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രാവശ്യം അമർത്തും. അപ്പൊ കേട്ടോ, എൻ്റെ ഒരു കസിന്റെ പരിപാടി, അവൻ 2 പ്രാവശ്യം അമർത്തും. എന്തിനായിരിക്കും?
നല്ല സ്ട്രോങ് അല്ലെ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സോഡ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്തിനാ അങ്ങനെ അമർത്തുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞാൽ പറ്റുമോ? ഇല്ല. എന്തിനാ ചെയ്യുന്നത്? പ്രഷർ. അത് ആലോചിച്ചിട്ട് ഈ ലോ പഠിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അത് ആലോചിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, മനസ്സിൽ കണ്ടേ? സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, അതാണ് അല്ലെ ഗ്യാസ് ഇൻ ലിക്വിഡ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ ചെയ്യുന്നത്? പ്രഷർ. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അപ്പോ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആവുമ്പോൾ അവിടെ നമ്മൾ പറയുന്ന ഏരിയ ആണ് എന്താണ്? പാർഷ്യൽ പ്രഷർ. വാട്ട് യു മീൻ പാർഷ്യൽ പ്രഷർ? ഇൻഡിവിജ്വൽ പ്രഷറിനെയാണെന്ന് വിളിക്കുക പാർഷ്യൽ പ്രഷർ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രഷർ ഉണ്ട്, എന്ത് പ്രഷറാണത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട് അല്ലെ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ആരാണ് നിങ്ങളെ മേത്ത് വന്നിരിച്ചുകൊണ്ടിരിക്കുന്നത്? ആരൊക്കെയാ ഏറ്റവും കൂടുതൽ ഇടിക്കുന്ന? ആരാ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന എയറിൽ ആരാ ഉള്ളത്? ഏറ്റവും കൂടുതൽ 78% നൈട്രജൻ, 78% നൈട്രജൻ. ഓക്സിജൻ എത്ര പെർസെന്റേജ് ഉണ്ട്? 21 അല്ലെ. എത്രയായിരുന്നു? 21%. 21% ഓക്സിജൻ ആണ്. പിന്നെ വരുന്നത് എന്താ? കുറച്ചൊക്കെ ഉള്ളൂ, 0.03 ഒക്കെ ഉള്ളൂ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. അത് 0.04 ആയ എന്ത് പറ്റും? നമ്മളിവിടെ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. എന്ത് പറ്റും? 2050 ഈ പറഞ്ഞ സ്ഥലമില്ലേ, ഇവിടെ വെള്ളമാണെന്നാണ് ഗൂഗിളിൽ വന്നേക്കുന്നത്. 2050 എന്ന് പറയുമ്പോൾ ഇനി എത്ര അല്ലേ, 25 വർഷം കൂടി കഴിയണം. ഈ ഇതുപോലെ പോവാണെങ്കിൽ ആ 0.04 ആയി കഴിഞ്ഞാൽ ഇവിടേക്ക് പോകും. പിന്നെ വല്ല തൃപ്പൂണിത്തറ ഭാഗത്തൊക്കെ ഉണ്ടാവും, ഹൈറ്റ് ഒക്കെ ഉള്ള കേട്ടോ, ഓർത്ത് നോക്കും. അപ്പോൾ അത്രയും പെർസെന്റേജ് വേരിയേഷൻ വന്നാൽ പോലും വരും എന്നുള്ളതാണ് ആക്ച്വലി. അപ്പോൾ ഓർത്ത് നോക്കാം, ഈ എയറിന്റെ പ്രഷറിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രഷർ എന്ന് വിളിക്കാം. ഇൻഡിവിജ്വൽ പ്രഷറിനെ എന്ത് വിളിക്കണം? പാർഷ്യൽ പ്രഷർ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് പറഞ്ഞു പ്രണവേ, തുടങ്ങിക്കോ. ഹെൻറീസ് ലോ, സോലിബിലിറ്റി ഓഫ് പ്രഷർ കേട്ടോ, ഓർത്ത് നോക്കാം. ഇമാജിൻ ചെയ്യാ, സോഡേനെ കാണാം കേട്ടോ, ഓർത്ത് നോക്കാം. പറ. സോലിബിലിറ്റി ഓഫ് പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെക്സ്റ്റ് അതിൽ മോനെ പറഞ്ഞേ. അതിലില്ലേ? അതിൽ നിന്നല്ല, ഓൺലൈനില്. ആ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കണ്ടോ, പ്രഷർ കൊടുക്കുമ്പോൾ അല്ലെ അത് ഡിസോൾവ് ചെയ്യും. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കേട്ടോ, മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി അല്ലെ. നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അത് ഡിസോൾവ് ചെയ്യില്ല. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ കേട്ടോ, ഓർത്ത് നോക്കുക. ഇഫ എന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അറിഞ്ഞിങ്ങനെ ഓർത്ത് നോക്കാം. ഈ ചാപ്റ്റർ എങ്ങനെയാ? സൊല്യൂഷൻ, സൊല്യൂട്ട്, സോൾവെന്റ് അല്ലെ, ഓർത്ത് നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് എടുക്കണ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഓർത്തപ്പോ കൂൾ ആയിട്ട് ആ ചാപ്റ്ററിന് ബിഹേവ് ചെയ്യുക കേട്ടോ. സയൻസ് എപ്പോഴും ഒത്തന്റിക് ആണ്. ഒത്തന്റിക് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പണ്ട് മുതലുള്ളൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒതന്റിക് ആയിട്ടാണ് സയൻസ് ഫീൽഡും എല്ലാവരും എടുക്കുമ്പോൾ. ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലാണ്. ഭയങ്കര സിമ്പിൾ പരിപാടി ആയിരിക്കും, പക്ഷെ അത് പറയുമ്പോൾ ഒക്കെ വലിയ മസിൽ കൊടുത്ത് വരുന്നു. ആക്ച്വലി ആകെ കൂടി അത് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഗൂഗിൾ അറിയോ? അവിടെയൊക്കെ ആയിരുന്നു ഓഫീസിൽ കാഷ്വൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്ന ഒരു രീതിയും ഭയങ്കര എൻജോയ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. ഗൂഗിളിന്റെ മെയിൻ ഓഫീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മെയിൻ ഓഫീസ് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇയാളുടെ അടുത്ത് പറയും അവിടെ നിന്ന് ഗെയിം കളിക്കും, അവിടെ ഫുഡ് കഫേ ഉണ്ട്, ഭയങ്കര എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇയാളെ മാക്സിമം എൻജോയ് ചെയ്താലാണ് ഇയാളുടെ അല്ലെ മൈൻഡ് നല്ല രസമാവുള്ളൂ. അങ്ങനെ മൈൻഡ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇയാളുടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങളൊന്ന് നെറ്റിൽ നോക്കിക്കോ, അവരുടെ ഫെസിലിറ്റി ജിമ്മുണ്ട്, പിന്നെ അതുണ്ട്, കളിക്കാനായിട്ട് ടേബിൾ ടെന്നീസ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, എല്ലാം ചെയ്തു കൊടുക്കും. ഇയാൾക്ക് വേണ്ട എല്ലാം ഉണ്ടാവും അതിനകത്ത്. അയാൾക്ക് വീട്ടിൽ പോകാൻ തോന്നൂല്ല, അവിടെ ഇരിക്കാൻ തോന്നണം. ആ രീതിയിലാണ് അവർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ മൈൻഡ് ക്ലിയർ ആവണം എന്ന് പറഞ്ഞ പോലെ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്റർ കൂളായിട്ട് നമുക്ക് ഇങ്ങനെ ഓർക്കാൻ വരണം. സൊല്യൂഷൻ, സൊല്യൂട്ട് ഇങ്ങനെ എക്സ് ചെയ്യുന്നത്, അങ്ങനെ വെറുതെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കൺസെപ്റ്റ് നല്ല രസമായിട്ട് മൈൻഡിൽ ഇങ്ങനെ വരണം, സ്പോണ്ടേനിയസ് ആയിട്ട്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പോർഷനാണ് മാർക്ക് വാങ്ങിക്കുക. അവിടെ ആകുമ്പോൾ ഇത്തിരി നമുക്ക് ചെയ്യണം, കുറച്ച് മിനിറ്റ് പണിയുണ്ട്, കറക്റ്റ് ആയിട്ട് എഴുതണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഈ അടുത്തൊരു ടോപ്പിക്, ഈ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് ആ സയന്റിസ്റ്റ് പറഞ്ഞ കാര്യം. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഇല്ലേ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോലിബിലിറ്റി എന്ത് പറ്റും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താ എന്ത് പറ്റും? സോലിബിലിറ്റി അല്ലേ, നേരത്തെ പറഞ്ഞാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഇവിടെ ഇൻക്രീസ് ചെയ്യോ? നിങ്ങൾ ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് നല്ല ഹോട്ട് സോഡ എന്നൊന്ന് പറയാൻ പറ്റും?
പറയൂ. ഈ കട ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ നല്ല ചൂടുള്ള സോഡ എന്ന് പറയൂ? ഇല്ല. അപ്പൊ എങ്ങനെയായിരിക്കും നോർമലി? നല്ല തണുത്ത സോഡ എന്ന് പറയും. വാട്ട് ഇസ് റീസൺ? നല്ല തണുത്ത സോഡ അല്ലെങ്കിൽ തണുത്ത കൊക്കോകോള അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ചോദിക്കുന്നതിന്റെ റീസൺ എന്തായിരിക്കും? നിങ്ങൾ നല്ല ഈ തണുത്ത ഒരു കൊക്കോകോള അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും സെവനപ്പോ അങ്ങനെ എന്തെങ്കിലും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കിട്ടും നോക്കുക. ഇനി എപ്പോഴെങ്കിലും അതിന്റെ സൈഡിൽ ഇതിങ്ങനെ പിടിച്ചു നിൽപ്പുണ്ടാവും. സൈഡിൽ ഇങ്ങനെ പിടിച്ചു നിൽപ്പുണ്ടാവും. അപ്പോ ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഗ്യാസിന്റെ കേസിൽ മറ്റേത് നേരെ തിരിച്ചാ. സോളിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും. ഗ്യാസിന്റെ കേസിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറയ്ക്കണം. ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ അതെന്താവും? കൂടുതൽ ഡിസോൾവ് ആകും. അപ്പൊ ടെമ്പറേച്ചർ ഡിക്രീസസ്, സോലിബിലിറ്റി ഇൻക്രീസസ്. കോൾഡ് സോഡേനെ ഓർത്തു വെക്കണം, അല്ലെങ്കിൽ മറന്നു പോകും വെറുതെ മൾട്ടിപ്ലൈ ആയിട്ട് പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് അതിന്റെ ക്വസ്റ്റൻ ഇങ്ങനെയാണ്: അക്വാട്ടിക് ലൈഫ് ഫേവറബിൾ ഇൻ കോൾഡ് ക്ലൈമറ്റ് വൈ? ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. പാസ്റ്റ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റൻ ആണിത്. അക്വാട്ടിക് ലൈഫ് ഫേവറബിൾ ഇൻ കോൾഡ് ക്ലൈമറ്റ് എക്സ്പ്ലെയിൻ. അപ്പൊ മൊളാരിറ്റി കഴിഞ്ഞിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതും ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. അക്വാട്ടിക് ലൈഫ് ഫേവറബിൾ ഇൻ കോൾഡ് ക്ലൈമറ്റ് എക്സ്പ്ലെയിൻ. അപ്പൊ നമ്മൾ പറയും ടെമ്പറേച്ചർ എങ്ങനെയാണ്? ഡിക്രീസസ്, സോലിബിലിറ്റി ഇൻക്രീസസ്. ഇവിടെ ഓർത്ത് വെക്കാം, അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് തന്നെ ഒരു 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. 3 ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ്. ബെൻഡ്, അനോക്സിയ, അതുപോലെ എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. അതൊക്കെ എന്താണെന്നൊക്കെ പിന്നീട് പറയാം കേട്ടോ. ഇനി ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ചാപ്റ്ററിന്റെ ടോട്ടൽ ഒന്ന് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ഹാലോ ആൽക്കെയിൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഈ ടോപ്പിക്കിന്റെ കുറച്ച് പോർഷൻ നമുക്ക് പഠിച്ചു പോവാം കേട്ടോ. ഓർത്ത് അതാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ വരുന്നത് റൗൾസ് ലോ എന്ന് പറയുന്ന ലോ ആണ്. ഹെൻറീസ് ലോ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് റൗൾസ് ലോ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, റൗൾസ് ലോ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് എ റൗൾസ് ലോ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഐഡിയൽ സൊല്യൂഷനിലെ എക്സാമ്പിൾ ഒക്കെ ഉണ്ട്. എൻഹെക്സേൻ, എൻഹെപ്റ്റേൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് ആക്ച്വലി വരുന്നത്. അത് കഴിഞ്ഞാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാപ്റ്റർ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ടോപ്പിക്കിൽ വരുന്നതാണ്. ഇത്രയും എത്തിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ 50% തീരും. ഈ ചാപ്റ്ററിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 50% കേട്ടോ. ഓർത്ത് നോക്കാം. കണ്ടന്റ് എടുക്കലല്ല കേട്ടോ, ഇപ്പൊ ഒന്ന് പറയാണ്, ബ്രീഫിംഗ് ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ദി പ്രോപ്പർട്ടി ഓൺലി ഡിപെൻഡ് അപ്പോൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ്, നേച്ചർ എക്സെട്ര. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോപ്പർട്ടി ഓൺലി ഡിപെൻഡ് അപ്പോൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അതിന്റെ സൈസോ നേച്ചറോ ഒന്നും കൺസിഡർ ചെയ്യില്ല. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കേട്ടോ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഞാൻ കഥ പറഞ്ഞിട്ട് എടുക്കാറ്. അതിന്റെ ഒരു ലാസ്റ്റ് സെക്ഷൻസിൽ ഒരു അസോസിയേഷൻ, ഡിസോസിയേഷൻ എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ടഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. കാരണം അത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വിലിബ്രിയം ഇല്ലേ? ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ K = C⁻² - α ഇല്ലേ? അത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എക്സ് വെച്ചൊരു സാധനം ഡിറൈവ് ചെയ്തിട്ടുണ്ട്. മിക്ക സ്കൂളുകളിൽ എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇക്വിലിബ്രിയത്തിൽ -b +or- √b² - 4ac വെച്ച് ചെയ്യിപ്പിച്ചോ? ഇല്ലല്ലോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇല്ലേ? അതൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവർ പറയും അവിടെ നിന്നുള്ള ആ ക്വസ്റ്റൻ മിക്സ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിമെയ്ഡ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, നമ്മുടെ നോട്ടിലുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, പക്ഷെ അത് വെച്ച് നമുക്ക് ചെയ്യാം. അത് അവിടെ നിന്നാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കാം. ആ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് തന്നേക്കുന്ന നോട്ടിലെ ഏറ്റവും ലാസ്റ്റ് കുറെ ഇക്വേഷൻ കാണാൻ പറ്റും. അത് മാത്രം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് ഉള്ളതിന് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആക്ച്വലി അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം. അതെന്തൊക്കെയാണെന്നൊക്കെ പറയാം. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർട്ടി ഓൺലി ഡിപെൻഡ് അപ്പോൺ എന്താ പറഞ്ഞേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് ആൻഡ് നേച്ചർ. സൈസും നേച്ചറും നോക്കാതെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സാധാരണ ഞാൻ ഒരു കഥ പറയുന്നതാണ്. ഓർത്ത് നോക്കുക. ഇപ്പൊ ഇയാളുടെ ബർത്ത്ഡേ ആണെന്ന് കരുതാ. ഇയാൾ കുറച്ച് സ്വീറ്റ്സ് വന്ന്, കുഞ്ഞു ഭാവയാണ് ആക്ച്വലി ഇയാള്. ഓർത്ത് നോക്കുക. സ്വീറ്റ്സ് ആയിട്ട് കൊണ്ടുവരാണ് ആക്ച്വലി വരുന്ന സമയത്ത്. സ്വീറ്റ്സ് കേട്ടോ. ഓർത്ത് മിഠായി ആണ് ആക്ച്വലി. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ 10 ആൾക്കാരാണ്. 10 നമ്പേഴ്സ് ആണ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് കുട്ടി ഞാനായിരുന്നു. ഞാൻ 2 എണ്ണം എടുത്തു. മനസ്സിലായി? അപ്പൊ ഇയാളും 2 എണ്ണം എടുത്തു. അപ്പൊ കറക്റ്റ് ശരിയാവോ? ഇല്ല അല്ലെ? ഇയാള് എന്റെ എന്ത് നോക്കിയില്ല? നേച്ചർ നോക്കിയില്ല അല്ലെ? എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ 10 എണ്ണം തിന്നുന്ന ആളാണെന്നൊന്നും അയാള് നോക്കാതെയാണ് തന്നേക്കുന്നത്. അയാൾ എന്താ ചെയ്തേ? നമ്പർ എടുക്കുകയാണ്. ആ നമ്പർ എടുക്കുന്ന പ്രോപ്പർട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. അപ്പൊ ചില മോളിക്യൂൾസ് വെള്ളത്തിലിടുമ്പോൾ ഡിസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താവും? സ്പ്ലിറ്റ് ആകും. അത് വരുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരും. അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പോവാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 എണ്ണമാണ്. റിലേറ്റീവ്, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഓർത്ത് നോക്കുക. ഇതാണ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിൽ 2 എണ്ണമൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്നതാണ് ആക്ച്വലി.
വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോകാൻ പറ്റും. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് 10th ആന്റി ഫ്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഓർമ്മയുണ്ടോ? ഓർത്ത് വെക്കാം. അതൊക്കെയാണ് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ അതുപോലെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? ഓർത്ത് നോക്കാം. അതിൽ സോൾട്ട് ഇട്ടാൽ എന്ത് പറ്റും? സോൾട്ട് വാട്ടർ ആവില്ലേ? സോൾട്ട് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. എത്രയായിരിക്കും? 105. അതുകൊണ്ടാണ് എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ എന്താണ്? എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സോൾട്ട് ഇടണം. അല്ലെങ്കിൽ എന്ത് പറ്റും? എഗ്ഗ് ബോയിൽ ആവില്ല. കാരണം എന്താ? എഗ്ഗിന്റെ ഉള്ളിലുള്ള അത് പഠിക്കാനുണ്ട് നമുക്ക്. ഡീനേച്ചറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്, എഗ്ഗ് ബോയിൽ ചെയ്യുന്ന പ്രോസസ് ബയോമോളിക്യൂളിൽ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. എഗ്ഗിനുള്ളിൽ എന്താ മെയിൻ ആയിട്ട്? പ്രോട്ടീൻ ആണ് ഉള്ളത്. പ്രോട്ടീൻ അത് എന്താണ് ആക്ച്വലി കറക്റ്റ് ആയിട്ട് നമുക്ക് ഡീനേച്ചർഡ് ആവണമെങ്കിൽ ഒരു 100 to 103 ഒക്കെ വേണം ടെമ്പറേച്ചർ. അപ്പൊ വെള്ളം എടുത്തിട്ട് കാര്യമില്ല, സോൾട്ട് വാട്ടർ ഇടേണ്ടി വരും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ആ പ്രോസസ് ആണ് എലിവേറ്റ് ചെയ്യുക, ബോയിലിംഗ് പോയിന്റ് കൂട്ടുക. കൂടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ടോപ്പിക് ആണ് അബ്നോർമൽ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയാണ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൽ ആദ്യത്തെ കുറച്ച് ടോപ്പിക്കാണ് ഇന്ന് മെയിൻ ആയിട്ട് എടുത്തു പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. ചാപ്റ്റർ ബ്രീഫിംഗ് എന്ന് പറയും. ഇതിങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈൻഡിൽ അറിഞ്ഞോ അറിയാതെയോ കുറെ പേരുകളൊക്കെ ഇങ്ങനെ കേട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് കേട്ടിട്ട് എന്ത് ചെയ്യും അല്ലെ? ഓർമ്മയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കുക. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്തേക്കാം, ഈ ചാപ്റ്റർ അല്ലേ നിങ്ങൾക്ക് പിന്നെ എടുത്തേക്കുന്നത്? ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോ അരീൻ എവിടം വരെ എടുത്തിട്ടുണ്ടോ? പ്രിപ്പറേഷൻ കഴിഞ്ഞു, സ്റ്റാർട്ടിങ് പ്രിപ്പറേഷൻ്റെ ഇവിടെ ഓർത്ത് നോക്കുക. ഈ ചാപ്റ്ററിന്റെ കണ്ടന്റും കൂടി നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം, എന്നിട്ടാണ് മറ്റേത് തുടങ്ങുന്നത്. ഇവിടെ ഓർത്ത് നോക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാം ആണ് എങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഉണ്ടാവും. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം വരുന്ന സമയത്ത് അതിന് ഭയങ്കര പ്രയോറിറ്റൈസേഷൻ കൊണ്ടുവരണം. ഫസ്റ്റ് എക്സാമിന് അല്ലെങ്കിൽ സെക്കൻഡ് എക്സാമിന് നിങ്ങൾ ഏറ്റവും ടോപ്പസ്റ്റ് മാർക്കിലേക്ക് എത്തണം. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 3 എക്സാംസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ടോപ്പ് ലെവലിലേക്ക് എത്തുക. ബാക്കിയുള്ള സമയത്ത് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിൽ മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ. ഇനി ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒക്ടോബർ ആവുമ്പോൾ എന്ത് ചെയ്യണം? പോർഷൻ തീർക്കണം. ഫസ്റ്റ് തുടങ്ങുന്ന ഇത്തിരി ഇങ്ങനെ സ്ലോയിൽ ഇങ്ങനെ തുടങ്ങി വരും. ഫസ്റ്റ് എക്സാം ഒക്കെ ഈസി ആയിരിക്കും. ആ സമയത്ത് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല, മനസ്സിലായി? ഒന്ന് ചൂടായി വരുമ്പോഴേക്കും പോർഷൻ അവർ ലോഡ് ചെയ്യും. ലോഡ് ചെയ്യാന്ന് പറയാൻ പെട്ടെന്ന് എടുത്തു വരും. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് എക്സാം വരും. എല്ലാ എക്സാം കൂടി ആകുമ്പോൾ ആ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇയാളിപ്പോ ടോപ്പായിട്ട് ആദ്യത്തെ എക്സാം സ്കോർ ചെയ്തു എന്ന് കരുതാം. പിന്നീട് ഒരു എക്സാം മാർക്ക് പറഞ്ഞാലും ടീച്ചർ പറയും, ഇത് കേട്ടോ അവൻ ഫസ്റ്റ് നല്ല മാർക്ക് വാങ്ങിച്ചാണ്, എന്നിട്ട് ഇത്തിരി കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു പോസിറ്റീവ് അപ്രോച്ച്. അപ്പൊ നമുക്ക് തോന്നും എനിക്കറിയാട്ടാ എന്ന് മൈൻഡിന്റെ ഉള്ളിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് ആ പ്രഷറും എല്ലാവരും കൂടി വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് പ്രശ്നമാവും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് മോഡൽ എക്സാം ആണ്. ഫസ്റ്റ് മോഡൽ എക്സാം എവിടെ വരും? ഒക്ടോബർ നവംബറിൽ. കെവിക്ക് മാത്രം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കെവിക്ക് മാത്രത്തിന് ഒരു വൈകും കേട്ടോ. ഓർത്തോ, നിങ്ങൾക്ക് തുടങ്ങുന്ന വൈകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലെത്തുമ്പോഴേക്കും മാർക്ക് എന്നുള്ള ലെവലിലേക്ക് എത്തണം കേട്ടോ. ഓക്കെ. ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോ അരീനിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെയാ വരുന്നത്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി കേട്ടോ. ഓർത്തോക്കെ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാലോ ആൽക്കീനിലെ ഫസ്റ്റ് വരുന്നത്. എന്താന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ കേട്ടോ. ഓർത്ത് നോക്കാം. ഒന്ന് പറഞ്ഞേ, ഒരുമിച്ച് പറയണം കേട്ടോ. അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ. എന്തൊക്കെയാ? അലൈലിക്, ഉറക്കനെ സൗണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം, നല്ല സൗണ്ട് പറയണം. അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ. ക്ലിയർ അല്ലേ? ഇതാണ് ക്ലാസിഫിക്കേഷൻ. എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് അവിടുത്തെ ടോപ്പിക് വരുന്നത് നോമൻക്ലേച്ചർ ആണ് അല്ലെ? നോമൻക്ലേച്ചറിൽ എന്തായിരുന്നു? 11th പഠിച്ചാണ് നോമൻക്ലേച്ചർ. അതിന്റെ കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അല്ലെ? എന്തായിരുന്നു? ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ആദ്യത്തെ റൂൾ ആണ് അല്ലെ? പുറത്ത് നോക്കുക, ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. പിന്നെ മെയിൻ ആയിട്ട് ആൽഫബറ്റിക് റൂൾ നോക്കണം. ക്ലോറിനും ബ്രോമിനും വന്നാൽ ആരാദ്യം എടുക്കും? ക്ലോറിൻ, ബ്രോമിൻ. ആൽഫബറ്റിക് റൂൾ ABC. ബ്രോമോ, ക്ലോറോ, ഏതായിരിക്കും? ബ്രോമോ അല്ലെ? കണ്ടോ? അപ്പൊ ആദ്യം എന്ത് എടുക്കണം? ബ്രോമോ എടുക്കണം. അപ്പൊ ABC റൂള് നോക്കേണ്ടി വരും. അത്രേ ഉള്ളൂ വരുന്നത്. ഇനി ഡബിൾ ബോണ്ടും ഹാലജനും വന്നാൽ ആദ്യം ആരെ എടുക്കണം? പ്രയോറിറ്റി ഡബിൾ ബോണ്ടിൽ എന്തായിരിക്കും? ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ടാണ് എന്ത് വരിക? ഹാലജൻ വരിക. അത്രയും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോമൻക്ലേച്ചറിൽ തരും. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ടോപ്പിക് എന്തായിരുന്നു? നോമൻക്ലേച്ചർ. ക്ലാരിറ്റി ആയിരിക്കണം. തേർഡ് ടോപ്പിക് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ഹാലോ
ആൽക്കെയിൻ, പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ. അതിൽ ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് ഫസ്റ്റ് വരുന്ന ഫ്രം ആൽക്കഹോൾ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ഹെഡിങ് വരുന്ന ഫ്രം ആൽക്കഹോൾ. ഫ്രം ആൽക്കഹോളില് എന്തായിരുന്നു ആദ്യം വരുന്നത്? ഫ്രം ആൽക്കഹോളില് ഇവിടെ OH ഉണ്ടാവും അല്ലെ, ROH എന്ന് പറയുന്നത്. അതിൽ OH മാറിയിട്ട് അവിടെ Cl വരണം. OH മാറിയിട്ട് Cl വരണം. അതിനുള്ള ഇക്വേഷൻസുകളാണ് ആദ്യം കൊടുക്കുന്നത്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ വരുന്നത് ROH പ്ലസ് SOCl2 ഗീവ്സ് എന്ത് കിട്ടും? RCl അല്ലെ, RCl. കേട്ടോ, ഓർത്ത് നോക്കാം. OH പോയിട്ട് ആര് വരണം? ROH, ഇതാണ് ആൽക്കഹോൾ. ഇതിൽ SOCl2 ഇടുമ്പോൾ തയണിയൽ ക്ലോറൈഡ് ആണ് ഈ SOCl2 എന്ന് പറയുന്നത്. ഈ OH പോയിട്ട് അവിടെ Cl വരും, RCl. ബൈ പ്രോഡക്റ്റ് ഉണ്ട്, പ്ലസ് എന്ത് വരും? SO2 പ്ലസ് HCl. ഇത് രണ്ട് ഗ്യാസ് ആണ്. ഇത് ഫസ്റ്റ് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എന്താണ് ഈ റീസൺ ക്വസ്റ്റൻ ആണ്. തൈനിയൽ ക്ലോറൈഡ് കേട്ടോ. SOCl2 എന്ന് പറഞ്ഞാൽ എന്താ? തൈനിയൽ ക്ലോറൈഡ് കേട്ടോ. അപ്പൊ OH പോയിട്ട് അവിടെ എന്ത് വരും? Cl വരും. OH പോയിട്ട് എന്ത് വരും? Cl വരും കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഇവിടെ വേറെ റിയേജന്റുകളൊക്കെ ഇതുപോലെ തന്നെ ഇടാൻ പറ്റും. സെക്കൻഡ് ആയിട്ട് ഇവിടെ തന്നെ വരുന്നതാണ് ROH. ഈ ROHലേക്ക് നമ്മൾ PCl3ക്ക് പകരം എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഓർ NaBr ഓർ HCl ഓർ ZnCl2. HCl ആൻഡ് ZnCl2 വിളിക്കുന്ന ലൂക്കാസ് റിയേജന്റ് എന്നാണ്. ആക്ച്വലി ലൂക്കാസ് റിയേജന്റ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? ഈ OH പോയിട്ട് അവിടെ എന്ത് വരും? ഹാലജൻ വരും. OH പോയിട്ട് എന്ത് വരും? ഹാലജൻ. അപ്പൊ Cl പകരം എനിക്ക് X എന്ന് ഞാൻ കൊടുക്കുകയാണ് ജനറലി. Cl പകരം X എന്ന് പറഞ്ഞാൽ എന്താ? ഹാലജന് ജനറൽ ആയിട്ട് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പോ PCl3 അതിന് പകരം PX3 കണ്ടോ, ഓർത്ത് നോക്കുക. NaX കണ്ടോ, ഓർത്ത് നോക്കുക. ദെൻ HCl പകരം HX, ZnCl2. ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ RX വരും. ഇതാണ് ആദ്യത്തെ ഫ്രം ആൽക്കഹോൾ എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് കാറ്റഗറൈസേഷൻ ഓഫ് ഇക്വേഷൻസ്. സെക്കൻഡ് ഹെഡിങ് വരുന്നത് ഫ്രം ഹൈഡ്രോ കാർബൺ എന്നാണ്. എന്താ വരുന്നത്? ഫ്രം ഹൈഡ്രോ കാർബൺ. ഫ്രം ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും ഹൈഡ്രോ കാർബൺ? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഹൈഡ്രോ കാർബൺ ഏതൊക്കെയാ? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ CH3, CH2, CH3 ഇതിലേക്ക് Cl2 ആൻഡ് UV ലൈറ്റ് കൊടുത്താൽ എന്ത് പറ്റും? Cl2 ആൻഡ് UV ലൈറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു H, ഇഷ്ടമുള്ള H നിങ്ങൾക്ക് മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കാം? Cl കൊടുക്കാം. ഇഷ്ടമുള്ള H മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കാം? Cl. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എങ്ങനെ വരും? CH3, CH2, CH2, Cl പ്ലസ് എന്ത് വരും? CH3. കണ്ടോ, ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാമല്ലോ. ഇവിടെ ഒരെണ്ണം കൊടുത്തു കണ്ടോ, ഓർത്തോ? CH3 കണ്ടോ. ക്ലിയർ ആണോ? ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് അല്ലെ? ഹാലജനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഹാലജനേഷൻ. ദെൻ ഫോർത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോർത്ത് നിങ്ങൾ 11th പഠിച്ചേക്കുന്ന മാർക്കോണിക്കോഫ് റൂൾ. ഓർമ്മയുണ്ടോ മാർക്കോണിക്കോഫ് റൂൾ? നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡെൻഡം അറ്റാച്ച്ഡ് ടു ദ കാർബൺ ആറ്റം വിച്ച് പോസസ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നതാണ് മാർക്കോണിക്കോഫ് റൂൾ. ഒരു കാര്യം ചോദിക്കട്ടെ, സൊല്യൂഷൻ അല്ലാതെ ഈ ഹാലോ ആൽക്കീൻ എത്ര പേർക്കുണ്ട്? ഈ സൊല്യൂഷൻ ആർക്കും ഇല്ലല്ലോ. ഇയാൾക്ക് തുടങ്ങിയിട്ടില്ല. അവിടെ ഉണ്ടല്ലേ? എവിടെ വരെ എടുത്തു? പകുതി. രാജഗിരിയിൽ സൊല്യൂഷനാണ് തുടങ്ങിയിരിക്കുന്നത്. കുറച്ച് പേര് വരാറുണ്ട് ആക്ച്വലി നമുക്ക്. അപ്പൊ അവർക്ക് രാജഗിരിയിൽ സൊല്യൂഷൻ പകുതി എത്തി. അവർക്ക് നാളെ എക്സാം ഉണ്ട്. ഏതാ? തീരാറെ. അത് കഴിഞ്ഞിട്ട് നാളെ എക്സാം ആറുണ്ട്. കളമശ്ശേരി, രാജഗിരി. ഇയാൾ എവിടെയാണോ? കളമശ്ശേരി രാജഗിരിയിൽ നാളെ എക്സാം ഉണ്ട്. ഈ ചാപ്റ്റർ ഉണ്ടാവും സൊല്യൂഷൻ്റെ. മുഴുവനും ഇല്ല, അവർക്ക് ആ മിഡിലില്ലേ, നേരത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ എടുത്തില്ലേ, അതിന് മുമ്പത്തെ ടോപ്പിക്സ് വരെ. അപ്പോ എനിവേ ദെൻ ഫോർത്തിലേക്ക് വരാം. ഫോർത്തിലേക്ക് വരുന്ന സമയത്ത് മാർക്കോണിക്കോഫ് റൂൾ. ഒരു കാര്യം ചെയ്യാം, ഈ ചാപ്റ്ററിൽ നിന്നൊന്നും എന്തായാലും ഓർഗാനിക് ഉള്ള ആൾക്കാരല്ലേ, ഫസ്റ്റ് ക്ലാസ് അല്ലേ, നമുക്ക് എന്തായാലും രണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓർത്തോ എക്സാം വല്ലതും ഉണ്ടോ? കുഴപ്പമില്ല. ഇപ്പം ഓക്കെ, എന്തായാലും ഇവിടം വരെ വന്ന സമയത്ത് ഒന്ന് പഠിപ്പിച്ചിട്ടേക്കാം. ഇതിലേക്ക് HBr
എന്ന് പറയുന്ന റിയേജന്റ് ഇട്ടാൽ CH3 CH, ഇവിടെ ഒരു CH3, ഇവിടെ Br വരും. ഇവിടെ HBr പെറോക്സൈഡ് കൊടുത്താൽ പെറോക്സൈഡ് ഓർത്ത് നോക്കാം. Br ആയിട്ട് വരും. ഓർത്ത് നോക്കാം. ഫോർത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇനി റൂൾ എന്താണ് പറയണെന്ന് പറയാം. നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം. അഡൻഡം എന്ന് പറഞ്ഞാൽ എന്താ? ആഡിക് മോളിക്യൂൾ. അപ്പൊ HBrൽ H+ ഉണ്ട്, Br- ഉണ്ട് അല്ലെ? H+ഉം Br-. അതില് നെഗറ്റീവ് പാർട്ട് ആരാ? Br. ഈ Br ഉണ്ടോ? ഇതിൽ ഏതാണ് ഹൈഡ്രജൻ ലെസ് ആയിട്ടുള്ളത്? CH അല്ലേ? അവിടേക്കും ജോയിൻ ചെയ്യും. അപ്പൊ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം. അഡൻഡം മീൻ ആഡിങ് മോളിക്യൂൾ which possess lesser number of ഹൈഡ്രജൻ ആറ്റം. ആ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് വരും. ഓർത്ത് നോക്കുക. അതാണ് മാർക്കോണിക് ഓഫ് റൂൾ. ഇനി ഇതിന് ഓപ്പോസിറ്റ് ആക്കണമെങ്കിൽ ഇതിലേക്ക് എന്തിട്ട് കൊടുത്താൽ മതി? പെറോക്സൈഡ്. അതാണ് ആന്റി മാർക്കോണിക് ഓഫ് റൂൾ കേട്ടോ. ആന്റി മാർക്കോണിക് ഓഫ് റൂൾ. അപ്പൊ HBr കൊടുത്താൽ എവിടേക്ക് വരും? എവിടെയാണോ ഹൈഡ്രജൻ കൂടുതലുള്ളത് അവിടേക്ക് Br വരും കേട്ടോ. ഓർത്ത് നോക്കുക. അതിലേക്ക് കൂടുതൽ ഉള്ള ഏരിയയിലേക്ക് വരും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ അതാണ് ആന്റി മാർക്കോണിക് ഓഫ് റൂൾ എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നത് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് CH3 CH ഡബിൾ ബോണ്ട് CH2. ഇത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോ രണ്ടെണ്ണം കഴിഞ്ഞു. ഇതിൽ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് Cl2 ആൻഡ് CCl4 ഇങ്ങനെ കൊടുത്താൽ വിസ്നൽ ഡൈഹാലൈൻ. കോമൺ നെയിം ആണ് ഈ വിസ്നൽ എന്ന് പറയുന്നത്. രണ്ട് Cl കണ്ടോ നിയർ ബൈ ആയിട്ട് ഇതുപോലെ വരും. ഓർത്ത് നോക്കുക. കണ്ടോ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ Cl ഇപ്പുറത്തേക്ക് വരും. ഓർത്ത് നോക്കാം. ഇതിലാണെങ്കിൽ എന്ത് വരും? ഓർത്ത് വരും. Cl2 കൊടുത്ത് CCl4 വേണം. ഓർത്ത് നോക്കുക. ഇതാണ് ഫിഫ്ത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. സിക്സ്ത് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഇത് കണ്ടോ ഇത്രയും വരെ വരുന്ന എന്തായിരുന്നു? ഫസ്റ്റ് ടോപ്പിക് എന്താ? ഫ്രം ആൽക്കഹോൾ. സെക്കൻഡ് ടോപ്പിക് എന്താ? ഫ്രം ഹൈഡ്രോകാർബൺ. ഉണ്ടോ? ഫ്രം ഹൈഡ്രോകാർബൺ. ഉണ്ടോ? ഓർത്തുക. ഫ്രം ഹൈഡ്രോകാർബണില് ഇത്ര എടുത്തു. നെക്സ്റ്റ് സിക്സ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ ആൽക്കീൻ കഴിഞ്ഞു. ആൽക്കൈൻ നമുക്കില്ല അതില്. പിന്നെയുള്ളത് ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ അല്ലെ? ഓർത്തു നോക്കാം. ഈ ബെൻസീനില് ഹാലജനേഷൻ ചെയ്യണമെങ്കിൽ Cl2 Fe ഡാർക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ എവിടെയെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്ത് ഈ Cl വരും കേട്ടോ. ഓർത്ത് നോക്കുക. ഈ Cl ഇവിടെ എവിടെയെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം Cl കേട്ടോ. ഓർത്ത് നോക്കുക. ഇതാണ് നമുക്ക് ബെൻസീൻ റിംഗിൽ. ബെൻസീൻ റിംഗിൽ വേണമെങ്കിൽ എന്ത് വേണം? Fe ഡാർക്ക് കേട്ടോ. Fe ഡാർക്ക് കൊടുത്താൽ ഈ Cl എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പൊസിഷൻസിലേക്ക് ജോയിൻ ചെയ്ത് വരും. നെക്സ്റ്റ് സെവൻത്ത് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിലെ നെയിമിംഗ് റിയാക്ഷൻ ആണ്. സാൻമേസ് റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ എടുക്കും. അതെടുത്തോ നിങ്ങൾക്ക്? സാൻമേസ് എത്തിയിട്ടില്ല. ഓക്കെ. സാൻമേസ് എടുത്തു. അപ്പൊ ഇത് കഴിഞ്ഞു. പ്രിപ്പറേഷൻ ഫുള്ള് കഴിഞ്ഞു. ഹാലോ അരിന്റെ പ്രിപ്പറേഷൻ എടുത്തോ? ഓക്കെ. അപ്പോ ഇനി സെവൻത്ത് വരുന്ന സാൻമേസ് ആണ്. സാൻമേസ് രണ്ട് പോർഷൻ ആയിട്ട് നമുക്ക് എഴുതാം. ഒന്ന് അനലിൻ, ബെൻസീനിന്റെ മുകളിൽ NH2. ഓർഗാനിക് ഇന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്, അത് പറയാം. NaNO2 and HCl. ഇത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് കുപ്രസ് ക്ലോറൈഡ് Cu2Cl2 ക്ലോറോബെൻസീൻ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള റിയാക്ഷൻ വിളിക്കുന്ന ഡയസോട്ടൈസേഷൻ ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതിനെ എന്ത് വിളിക്കും? ഡയസോട്ടൈസേഷൻ. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാൻമേസ്. അപ്പൊ സാൻമേസ് എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കൺവേർട്ട് ടു ക്ലോറോ ബെൻസീൻ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സാൻമേസ് റിയാക്ഷൻ കേട്ടോ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കൺവേർട്ട് ടു എന്ത് വിളിക്കും? ക്ലോറോ ബെൻസീൻ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സാൻമേസ് റിയാക്ഷൻ. ഇത് കഴിഞ്ഞാൽ രണ്ട് റിയാക്ഷൻ കൂടി ഉണ്ട്. അതാണ് ഫിംഗിൾസ്റ്റീൻ ആൻഡ് സ്വാർട്സ് റിയാക്ഷൻ. അതും കൂടി എത്തിക്കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അരീൻ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് തീരും.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഇടയിൽ ഒരു കെയുടെ ഇക്വേഷൻ കൂടി ഉണ്ട്. ഇവിടെ ഒരു കെ ഐ ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും? അയഡോ ബെൻസീനും കൂടി വരും കേട്ടോ. ഓർത്ത് നോക്കാം, അയഡോ ബെൻസീൻ എന്ന് പറയും. ഇത്ര എടുത്തു കഴിഞ്ഞാൽ ഏകദേശം തീരും. ഇനി ശ്രദ്ധിക്കുക, സ്കൂളിൽ എടുക്കുമ്പോൾ ചില സ്കൂളിൽ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഉള്ളിലുള്ള മെക്കാനിസം ഒക്കെ പറഞ്ഞൊക്കെ തരും. ഇതാണെങ്കിൽ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ എവിടെയാണ് നിങ്ങൾ ഇതിന് വന്നേക്കുന്നത്? 11th. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ 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 ഞാൻ സൊല്യൂഷനിൽ തുടങ്ങാമെന്ന് കരുതിയത്. എന്തായാലും പക്ഷെ കുറെ ആൾക്കാർ വന്നേക്കുന്നത് ഇതുണ്ട്, നമുക്ക് ഇതൊന്ന് പഠിച്ചിട്ട് അങ്ങ് പോവാം അല്ലെ, കുഴപ്പമില്ല. പുറത്തു നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പറയുമല്ല, നേരെ ഇക്വേഷൻസ് ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. ഇക്വേഷൻസ് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കുറെ പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് വരും കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. ഇത്രയും ഇക്വേഷൻസ് ഒന്ന് എടുത്തെഴുതുക കേട്ടോ. ഒന്ന് ബുക്ക് എടുത്തു സാറിന്റെ പേര് എഴുതി വെച്ചോട്ടെ. ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻ. 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 ഓർഗാനിക് തുടങ്ങിയേക്കുന്ന ആൾക്കാർക്ക് ഒരു ക്ലിയർ ആവട്ടെ എന്ന് കരുതിയിട്ടാ കേട്ടോ. ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻ. ഫസ്റ്റ് ഹെഡിങ് എഴുതി നോക്കുക, പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻ. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻ. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻ. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻ അണ്ടർലൈൻ ചെയ്യാം. അതിന് താഴെ ഫസ്റ്റ് ഹെഡിങ് എഴുതി നോക്കുക, ഫ്രം ആൽക്കഹോൾ. ഫ്രം ആൽക്കഹോൾ. ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഫ്രം ആൽക്കഹോൾ. ഫ്രം ആൽക്കഹോൾ. ശ്രദ്ധിക്കുക, സ്കൂളിൽ ടീച്ചേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഡറിൽ തുടങ്ങും. നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിൽ പോകുള്ളൂ. ഇപ്പൊ രാജഗിരിയിൽ തുടങ്ങിയ നോട്ട് എനിക്കറിയാം. അവർ തുടങ്ങിയത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എടുത്തു ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഫ്രം ഹൈഡ്രോ കാർബണിൽ നിന്ന് തുടങ്ങി. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നെയ്മി റിയാക്ഷൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് ഇത് എടുത്തേക്കുന്നത് കേട്ടോ. അതൊക്കെ ടീച്ചേഴ്സിന്റെ പ്രയോറിറ്റി ആണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിലേ പോകുള്ളൂ കേട്ടോ. നോക്കാം. ഫസ്റ്റ് ഹെഡിങ് ഫ്രം ആൽക്കഹോൾ. ഫ്രം ആൽക്കഹോൾ. ഫ്രം ആൽക്കഹോളിൽ ആദ്യത്തെ ഇക്വേഷൻ ഇത് എഴുതാം, ROH. ROH. കീസിന് നമ്മൾ SOCl2. SOCl2 എന്താണെന്ന് എഴുതണം, തയണിയൽ ക്ലോറൈഡ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു മിനിറ്റ് നോക്കട്ടെ കേട്ടോ. ഓക്കെ അല്ലേ? SOCl-ന്റെ പേര് തയണിയൽ ക്ലോറൈഡ് കേട്ടോ. തയണിയൽ ക്ലോറൈഡ് SOCl-ന്റെ നെയിമാണ് കേട്ടോ. തയണിയൽ ക്ലോറൈഡ്. ഒബ്സർവ് ചെയ്യേണ്ടത്, ഇവിടെ OH പോയിട്ട് എന്ത് വരും? Cl വരും കേട്ടോ. ഇവിടെ നിന്ന് Cl. RCl പ്ലസ് SO2 പ്ലസ് HCl. RCl പ്ലസ് SO2 പ്ലസ് HCl. SO2 പ്ലസ് HCl. ROH എന്താന്ന് ഓർത്ത് നോക്കാം, ആൽക്കഹോൾ ആണ് കേട്ടോ. അതൊക്കെ ഡൗട്ട് ഉണ്ട്. R എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ് കേട്ടോ. CH3 CH2ന്റെ ചെയിൻ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അതൊക്കെ ചോദിച്ചേക്കണം കേട്ടോ. R എന്ന് പറഞ്ഞ ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ്. Then അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡ് ROH ഗീവ്സിനോട് PX3. X എന്ന് പറഞ്ഞ ഹാലജൻ ആണ്. അപ്പൊ PCl3 or NaX or HX plus ZnCl2.
ഇതിൽ എനി വൺ ആണ് കേട്ടോ. എനി വൺ ഓഫ് ദ റിയേജന്റ് കൊടുത്താൽ എന്ത് കിട്ടും? ആർ എക്സ് കിട്ടും. ആർ എക്സ് കേട്ടോ. എനി വൺ ഓഫ് ദ റിയേജന്റ്. പി എക്സ് ത്രീ, എക്സ് ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക പി സി എൽ ത്രീ അല്ലെ, പി ബി ആർ ത്രീ അങ്ങനെയൊക്കെ എഴുതാം. എച്ച് സി എൽ പ്ലസ് സെഡ് എൻ സി എൽ ടു, ലൂക്കാസ് റിയേജന്റ് കേട്ടോ. അതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ലൂക്കാസ് റിയേജന്റ് കേട്ടോ. ഓർത്ത് നോക്കാം. ലൂക്കാസ് റിയേജന്റ് നമുക്ക് വീണ്ടും ആൽക്കഹോൾ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഡിസ്റ്റിംഗ്വിഷ് ടെസ്റ്റ് എന്നാണ് വിളിക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ എച്ച് സി എൽ പ്ലസ് സെഡ് എൻ സി എൽ ടു കേട്ടോ. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലൂക്കാസ് റിയേജന്റ് എന്നാണ്. ലൂക്കാസ് റിയേജന്റ് അതൊരു ഡിസ്റ്റിംഗ്വിഷ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതൊക്കെ ചെയ്താൽ എന്താ സംഭവിക്കണേ? OH മാറിയിട്ട് എക്സ് വരും. അത് ഒബ്സർവേഷൻ മതി കേട്ടോ. OH മാറിയിട്ട് എന്ത് വരും? എക്സ് വരും. ഞാനിത് ആദ്യം എഴുതി തരുന്നത് സ്കൂളിൽ വലിയ ലെങ്തി നോട്ടും ബാക്കി കാര്യങ്ങളും എടുക്കുന്നതിന് മുമ്പ് ആദ്യം ഇതൊന്ന് ക്ലിയർ ആവണം. അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ മാത്രം ഓർഗാനിക് കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ വർഷങ്ങളായിട്ട് ഓർഗാനിക്കിന്റെ മാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ എൻട്രൻസിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളുടെ പ്രോസസ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കൺവേർഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ 11th ചാപ്റ്ററും ഈ ഇക്വേഷൻസ് ഒക്കെ മിക്സ് ചെയ്ത് ചോദിക്കുന്ന പ്രോസസ്സാണ്. അത് കിട്ടണമെങ്കിൽ പ്രാക്ടീസ് ഭയങ്കരമായിട്ട് വേണം. കാരണം ഇത് ഇങ്ങനെ ചോദിക്കില്ല. എന്നാൽ പിന്നെ എളുപ്പമായിരുന്നു. ടെക്സ്റ്റ് ബുക്കിലെ ബാക്ക്ഗ്രൗണ്ട് ക്വസ്റ്റൻസ് നിങ്ങൾ പോയി നോക്കിക്കോ. അവിടെ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് കൺവേർഷൻ ആണ്. പിന്നെ ഗീവ് റീസൺ ക്വസ്റ്റൻ ആണ്. ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്ന് പറയും. അത് വെച്ച് പഠിച്ചാലേ കാര്യമുള്ളൂ നിങ്ങൾക്ക്, അല്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല കേട്ടോ. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർഡറിൽ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. ദെൻ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇവിടെ തേർഡ് ഇക്വേഷന് മുമ്പ് ഒരു ഹെഡിങ് കൊടുക്കുക. ഫ്രം ഹൈഡ്രോകാർബൺ. തേർഡ് ഇക്വേഷന് മുമ്പായിട്ട് ഫ്രം ഹൈഡ്രോകാർബൺ. ഫ്രം ഹൈഡ്രോകാർബണില് ഇത് നോക്കിയേ, പ്രൊപ്പെയിൻ ആണ്. പ്രൊപ്പെയിനിലേക്ക് എന്താ ഇടുന്നത്? Cl2 ആൻഡ് UV ലൈറ്റ്. പ്രൊപ്പെയിനിൽ എന്താ ഇടുന്നത്? Cl2 ആൻഡ് UV ലൈറ്റ്. പ്രൊപ്പെയിനിലേക്ക് Cl2 ആൻഡ് UV ലൈറ്റ്. അങ്ങനെ ഇടുന്ന സമയത്ത് ഇവിടെ എച്ച് മാറിയിട്ട് Cl ആയി കണ്ടോ. ഓർത്ത് നോക്കുക. അപ്പുറത്തും ഒരു എച്ച് മാറിയിട്ട് Cl ആയിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ അങ്ങനെ ഒന്ന് എഴുതി വെക്കുക. ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. ഈ ടോപ്പിക്ക് മാത്രം എനിക്ക് ഒരു അരപ്പേജ് എഴുതി തരാം വേറെ കേട്ടോ. ഓർത്ത് നോക്കുക. ഫ്രീ റാഡിക്കൽ ഹാലജൻ. പക്ഷെ അതുകൊണ്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് വരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓർത്ത് നോക്കുക. ഇത് നിങ്ങൾ വരുന്ന ഹോമോലിറ്റിക് ഫിഷൻ ഓർമ്മയുണ്ടോ? ഹോമോലിറ്റിക് ഫിഷൻ ആൻഡ് ഹെട്രോലിറ്റിക് ഫിഷൻ. ഹോമോലിറ്റിക് ഫിഷനിലാണ് ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇലക്ട്രോൺ ആയിട്ട് വരുന്നത്. ഹെട്രോലിറ്റിക് ഫിഷനിൽ എന്തൊക്കെ കിട്ടും? കാറ്റയോൺ ആൻഡ് ആനിയോൺ അല്ലേ. ഓക്കെ. അപ്പൊ ആ മെത്തേഡ് ഉണ്ട് അതിന്റെ ഉള്ളിൽ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ എന്റെ മെക്കാനിസം പഠിച്ച ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 11th ഹൈഡ്രോ കാർബണിന്റെ ആദ്യത്തെ ക്വസ്റ്റൻ ആണ്, ഫസ്റ്റ് ക്വസ്റ്റൻ ഇത് വരുന്ന. അതുപോലെ എന്റെ മെക്കാനിസം ആണ് ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ, ഹാലജനേഷൻ കേട്ടോ. 11th ടോപ്പിക് ആണത്. അപ്പോൾ അത് വേണമെങ്കിൽ ചില സ്കൂളിൽ എഴുതി തരും നിങ്ങൾക്ക്. ഇവിടെ 12th എഴുതി തരും, 11th ഇല്ല. പക്ഷെ അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇത് സിമ്പിൾ ആയിട്ട് രീതിയിൽ ഒരു എച്ച് പോയിട്ട് അവിടെ എന്ത് വരും? Cl വരും കേട്ടോ. ഓർത്ത് നോക്കാം. ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. അടുത്ത ഫോർത്തിന്റെ സബായിട്ട് എഴുതി വെക്കുക മാർക്കോണിക് ഓഫ് റൂൾ കേട്ടോ. ഓർത്ത് വെക്കാം. മാർക്കോണിക് ഓഫ് റൂൾ ആൻഡ് ആന്റി മാർക്കോണിക് ഓഫ് റൂൾ. ഇത് ആദ്യത്തെയാണ് മാർക്കോണിക്. ഇത് എന്തായിരുന്നു? ആന്റി മാർക്കോണിക് ഓഫ് റൂൾ ആണ്. മാർക്കോണിക് ഓഫ് റൂൾ CH3CH ഡബിൾ ബോണ്ട് CH2 HBr അങ്ങനെ വരുമ്പോ Br കണ്ടോ ഇവിടെ വരും. അതുപോലെ Br ഇവിടെ വരും. മാർക്കോണിക് ഓഫ് റൂൾ. ഇവിടെ വരുന്നത്
എച്ച് ബി ആർ ആഡ് ചെയ്യുന്ന സമയത്ത് ബി ആർ കണ്ടോ ഓർത്ത് നോക്കുക, ഈ സി എച്ചിന്റെ അടുത്തേക്കാണ് പോവുക കണ്ടോ ഓർത്ത് നോക്കുക. ഈ സി എച്ചിൽ എന്താ ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം കണ്ടോ ഓർത്ത് നോക്കുക. അപ്പോൾ ബി ആർ എന്ന് പറഞ്ഞ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം. അഡൻഡം എന്ന് പറഞ്ഞ ആഡിങ് മോളിക്യൂൾ വിച്ച് പൊസസ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതാണ് ഫസ്റ്റ് കേസ്, അതാണ് മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡില് പെറോക്സൈഡ് കൊടുത്താൽ ഗരാഷ് എഫക്ട് അല്ലെങ്കിൽ ആന്റി മാർക്കോണിക്കോഫ് റൂൾ വരും. എന്ത് വരും അല്ലെ, ഇവിടെ ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് മൂവ് ചെയ്യും. അതാണ് സി എച്ച് ടുന്റെ അടുത്തേക്ക് ബി ആർ പോവും, എച്ച് ഇവിടേക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, എച്ച് ഈ മിഡിലേക്ക് വന്നു, ബി ആർ സി എച്ച് ടുന്റെ അടുത്തേക്ക് പോയി കണ്ടോ, ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം വരും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ലോ എന്ന് പറയുമ്പോൾ എന്താ, എച്ച് ബി ആർ അല്ലെ, എച്ച് ബി ആറില് നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം. അഡൻഡം എന്ന് പറഞ്ഞാൽ എന്താ, ആഡിങ് മോളിക്യൂൾ വിച്ച് പൊസസ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം പ്രസന്റ് ഇൻ എ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം. കൊണ്ട് ഓർത്ത് നോക്കാം, ബി ആർ ഇവിടേക്ക് വരും, ശരിയല്ലേ? അപ്പൊ ബാക്കിയുള്ള എച്ച് ഏതിലേക്ക് വരും, സി എച്ച് ടുന്റെ അടുത്ത് കണ്ടോ, അതാണ് സി എച്ച് ത്രീ ആയത് കണ്ടോ. ഓക്കെ, അങ്ങനെയാണ് ആദ്യത്തെ റൂളിൽ വരുന്നത് അല്ലെ. ഓക്കെ, ഇനി ആന്റി മാർക്കോണിക്കോഫ് റൂൾ അപ്പൊ എങ്ങനെ പറയും, കൂടുതൽ നേരെ ഓപ്പോസിറ്റ് ആകും അല്ലെ. അപ്പൊ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം എന്ന് പറയുമ്പോൾ എന്താ, ബി ആർ അല്ലെ. ബി ആർ എവിടേക്ക് പോവും, ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം കണ്ടോ ഓർത്ത് നോക്കുക, അതാണ് ഇവിടെ ബി ആർ. ഓക്കെ, ദെൻ ഹൈഡ്രജൻ എവിടേക്ക് പോയി, ഇവിടേക്ക് പോയി ഇവിടെ ഓർത്ത് നോക്കാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഫിഫ്ത്ത് എന്ന് പറയുന്നത് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു കണ്ടോ ഓർത്ത് നോക്കുക, സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു ആണ്. അതിലേക്ക് സി എൽ ടു ആൻഡ് സി സി എൽ ഫോർ, സി എൽ ടു ആൻഡ് സി സി എൽ ഫോർ അങ്ങനെ ഇടുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കും സി എൽ വരും, രണ്ട് സൈഡിലേക്കും സി എൽ കണ്ടോ ഓർത്ത് നോക്കുക, അതാണ് സി സി എൽ ഫോർ എന്ന് പറയുന്നത് കണ്ടോ ഓർത്ത് നോക്കുക. ഇവൻ അടുത്ത് നോക്കുക ബെൻസീൻ. ബെൻസീനിലേക്ക് സി എൽ ടു എഫ് ആൻഡ് ഡാർക്ക് കൊടുത്താൽ, സി എൽ ടു ആൻഡ് എഫ് ആൻഡ് ഡാർക്ക് അവിടെ കൊടുത്താൽ എന്ത് പറ്റും, ക്ലോറോ ബെൻസീൻ സി എൽ കണ്ടോ ഓർത്ത് നോക്കുക. സി എല്ലിന്റെ അടുത്തേക്ക് ക്ലോറോ ബെൻസീൻ വരും, സി എൽ ടു എഫ് ആൻഡ് ഡാർക്ക് കൊടുത്ത ബെൻസീൻ റിംഗ് സി എൽ. ചോദിച്ചോ, എന്തായിരുന്നു, കേട്ടില്ല. എഫ് ഇ കേട്ടോ, എഫ് ഇ ആൻഡ് ഡാർക്ക് ആണ് കേട്ടോ, എഫ് ഇ ആൻഡ് ഡാർക്ക് താഴെയാണ് കേട്ടോ. എഫ് ഇ ആൻഡ് ഡാർക്ക് കൊടുത്ത ക്ലോറോ ബെൻസീൻ കേട്ടോ, ബെൻസീന്റെ മുകളിൽ സി എൽ ക്ലോറോ ബെൻസീൻ. നിങ്ങൾ ചോദിക്കണം കേട്ടോ, ഓൺലൈനിൽ കളിക്കുന്ന ആൾക്കാര് ചോദിച്ചു പോകണം കേട്ടോ, നിങ്ങൾക്ക് അത് കാണുമ്പോൾ വിസിബിലിറ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് ചോദിക്കണം കേട്ടോ. അപ്പൊ ബെൻസീൻ സി എൽ ടു എഫ് ഇ ഡാർക്ക്, അപ്പൊ എന്ത് വരും, ക്ലോറോ ബെൻസീൻ. ദെൻ ലാസ്റ്റത്തെ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണത് കേട്ടോ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ ഇതാണ് ആക്ച്വലി, സാൻമേസ് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, സാൻമേസ് നോക്കി, ഇതാണ് അനലിൻ. ബെൻസീന്റെ മുകളിൽ NH2 കേട്ടോ, അതിന്റെ പേര് എഴുതണം അനലിൻ കേട്ടോ, എല്ലാവരും എഴുതണം അനലിൻ. ബെൻസീന്റെ മുകളിൽ NH2 അനലിൻ. അതിലേക്ക് NaNO2 ആൻഡ് HCl ഇടുമ്പോ ഇവിടെ കിട്ടുന്നത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. NaNO2 ആൻഡ് HCl ഇവിടെ ഇടുമ്പോ ബെൻസീന്റെ മുകളിൽ നോക്കിയേ N2 പ്ലസ് ആൻഡ് Cl മൈനസ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക, N2 പ്ലസ് ആൻഡ് Cl മൈനസ് ആണ് കേട്ടോ. ഓക്കെ, N2 പ്ലസ് ആൻഡ് Cl മൈനസ്. ഇവിടുന്ന് ഇടുന്നത് Cu2Cl2 കുപ്രസ് ക്ലോറൈഡ്, Cu2Cl2 പറഞ്ഞുതരാം കേട്ടോ, കുപ്രസ് ക്ലോറൈഡ്, Cu2Cl2 കുപ്രസ് ക്ലോറൈഡ്. ഇവിടെ ഇടുമ്പോൾ ബെൻസീന്റെ മുകളിൽ Cl ആയിട്ട് വരും, ക്ലോറോ ബെൻസീൻ. ബെൻസീന്റെ മുകളിൽ Cl ക്ലോറോ ബെൻസീൻ, ബെൻസീന്റെ ടോപ്പില് Cl ക്ലോറോ ബെൻസീൻ, ക്ലോറോ ബെൻസീൻ. ബെൻസീന്റെ മുകളിൽ Cl ക്ലോറോ ബെൻസീൻ. Cu2Cl2 ക്ലോറോ ബെൻസീൻ.
ക്ലോറോബെൻസീൻ. ഏതാ ചോദിച്ചോ? NaNO2 ആൻഡ് HCl കേട്ടോ. NaNO2 തൊട്ട് താഴെ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോ N2+ ആൻഡ് Cl- കേട്ടോ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആൻഡ് Cu2Cl2 കുപ്രസ് ക്ലോറൈഡ് ആണ് ഇടുന്നത്. അപ്പൊ ക്ലോറോബെൻസീൻ ആണ്. ക്ലോറോബെൻസീൻ ഇനി എഴുതുമ്പോൾ വലുതായിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, കാരണം ഇതിപ്പോ ഈ ഒരു സ്പേസിൽ ഞാൻ വെറുതെ എഴുതിയിട്ട് ഇത് ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചതല്ല കേട്ടോ. മറ്റേ ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ വെച്ച് അങ്ങനെ പോകാന്ന് കരുതി. എന്തായാലും ഇവർക്ക് എക്സാം ഉള്ളതുകൊണ്ട് ഓർഗാനിക് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഒന്ന് എടുത്തു വെച്ചിട്ട് മറ്റേ ചാപ്റ്റർ തന്നെ പോവാം കേട്ടോ. ഓക്കെ, ആ രീതിയിൽ കൊണ്ടുപോവാം. അപ്പോ ഇതില് ഒരു റിയാക്ഷൻ കൂടി എഴുതി കഴിഞ്ഞിട്ട് എങ്ങനെ പഠിക്കണേന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കാരണം, ഓർഗാനിക് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് വളരെ കുറച്ച് പഠിച്ചത് പ്രാക്ടീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യണം. ടോട്ടൽ ഇപ്പൊ ഇതിലെടുത്ത് 7 ആണോ 8 ആണോ? 7 അല്ലെ? ഓക്കെ. 8ഉം 9ഉം നമുക്കൊരു രണ്ട് നെയ്മിംഗ് റിയാക്ഷൻ ആണ്. അതിൽ വരുന്ന നെയ്മിംഗ് റിയാക്ഷനിൽ ആദ്യം വരുന്നത് ഫിംഗിൾസ്റ്റീൻ റിയാക്ഷൻ ആണ്. RX പ്ലസ് NaI മുകളിൽ ഡ്രൈ അസറ്റോൺ ഇടുമ്പോ RI പ്ലസ് NaX. X എന്ന് പറഞ്ഞാൽ ഹാലജൻ ആണ്, ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ, രണ്ട് ഹാലജൻസുകളാണ് ആക്ച്വലി. ഇതാണ് 8. ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഫിംഗിൾസ്റ്റീൻ റിയാക്ഷൻ പേരുള്ള റിയാക്ഷൻ ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ ഇതിന് ഹാലജൻ എക്സ്ചേഞ്ച് എന്നാണ് പറയാം അല്ലെ. പണ്ടൊക്കെ ഞങ്ങൾ സ്റ്റാമ്പ് എക്സ്ചേഞ്ച് ചെയ്യും. ഒരു സ്റ്റാമ്പ് കൊടുത്തിട്ട് അടുത്ത ആള് പല രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ അല്ലെ കളക്ട് ചെയ്യുന്ന ഇതുണ്ട് ആക്ച്വലി വരും. അതുപോലെ എക്സ്ചേഞ്ച് ചെയ്യാണ് ആക്ച്വലി വരും. അപ്പോൾ എക്സ് മാറിയിട്ട് ഇവിടെ I വന്നു. രണ്ട് ഹാലജനുകളാണ് അല്ലെ. അപ്പൊ ഹാലജനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പൊ എക്സ് മാറിയിട്ട് ഇവിടെ എന്ത് വന്നു? അയഡിൻ ഉണ്ടോ. ഓക്കെ, RI പ്ലസ് NaX ഉണ്ടോ നോക്കാം. അതാണ് ഈ ഫിംഗിൾസ്റ്റീൻ എന്ന് പറയുന്നത് കേട്ടോ. അത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പേരൊക്കെ കൊടുത്തേക്കുന്നത്. RX പ്ലസ് NaI ഗീവ്സ് എന്ത് വന്നു അല്ലെ. അതിന് മുകളിൽ ഡ്രൈ അസറ്റോൺ RI പ്ലസ് NaX. അടുത്തത് നയൻത് എന്ന് പറയുന്നത് സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ. അടുത്ത ഹെഡിങ് സ്വാർട്സ് റിയാക്ഷൻ. അതും ഇതുപോലെ തന്നെയാണ്. RX പ്ലസ് AgF gives RF plus AgX. RF plus AgX. കേട്ടോ. അപ്പൊ ഈ രണ്ടും എന്താ? ഹാലജൻ എക്സ്ചേഞ്ച്. രണ്ടും എന്താണ്? ഹാലജൻ എക്സ്ചേഞ്ച്. ക്ലിയർ ആണോ? ഹാലജൻ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച്. ഇനി ശ്രദ്ധിക്കാം, ഞാനിപ്പോ ഈ എടുക്കുന്ന സമയത്ത് വെറുതെ ഇക്വേഷൻ എഴുതാണ്. എനിക്ക് അതിന്റെ ഉള്ളിൽ കണ്ടന്റ് ഫ്രം ഇത് കൊടുത്തിട്ട് ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റഡ് വിത്ത് സോഡിയം അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം കറസ്പോണ്ടിങ് ഹാലോ അയഡൈൻ. കണ്ടോ ഓർത്തോക. കണ്ടോ ഹാലജന് പേര് എന്ത് പറയും? അയഡോ ആൽക്കൈൻ. കണ്ടോ ഓർത്തോക. അങ്ങനെയൊക്കെ പറഞ്ഞു ഇതൊക്കെ തന്ന്. അപ്പൊ അങ്ങനെ എഴുതി, നിങ്ങളും എഴുതി, ഞാനും സന്തോഷമായി ഹാപ്പിയായി. അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് ഇത് ചോദ്യം വരുമ്പോൾ കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഓർഡറിൽ കറക്റ്റ് ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുമ്പോൾ ഇക്വേഷൻസ് വളരെ കുറച്ച് വളരെ ഷാർപ്പായിട്ട് പഠിക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നൊന്ന് കാണാം. ഇപ്പൊ നമ്മൾ പഠിച്ചെന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു എന്ന് വിചാരിക്കാം. പഠിച്ച ഒരു കുട്ടിയാണെന്ന് കരുതാം.
അങ്ങനെയാണ് എങ്കിൽ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതില് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് വരും. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കില ഇതിലെ ക്വസ്റ്റ്യൻസ് ഇവര് നമ്മൾ പഠിച്ചത് ഇത്രയല്ലേ ഉള്ളൂ, ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണാം. ഈ ടോപ്പിക്കിൽ ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിനു മുമ്പ് ശരിക്കും പ്രിപ്പറേഷൻ ഓഫ് ഇതൊക്കെയാണ് എടുക്കുന്നത്. കണ്ടോ, ഓർത്തോക്കെ ഇവിടെയാണ് ആദ്യത്തെ ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഇൻടെക്സ് ക്വസ്റ്റ്യൻ 10.2, 10.3, 10.4, അതിൽ 10.5 ആണ് നമ്മൾ എടുത്തു പോകുന്നത്. അതിനു മുമ്പ് ഒരു എക്സാമ്പിൾ 10.4 ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. ഓക്കെ, എക്സാമ്പിൾ 10.4 നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രിപ്പറേഷന്റെ 9 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ എഴുതിയത് അല്ലേ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് അവർ ചോദിക്കുന്ന ക്വസ്റ്റിന്റെ രീതിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്, നമുക്ക് നോക്കാം എന്താണ് ചെയ്തേക്കണെന്ന് കേട്ടോ. ഓക്കെ, ഒരു തന്നേക്കുന്ന അതുപോലെ തന്നെ ഒന്ന് വരച്ചേക്കാം. ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ, ഇന്റർവ്യൂലേ നോക്കും എങ്ങനെ കിട്ടിയെന്ന് നോക്കും. ഓൺലൈനിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കും ഇങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്. 11th പഠിച്ചാണ്. ഇങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്ന പേരെന്താ? ഇങ്ങനെയൊക്കെ എഴുതുന്നതിന്റെ പേരെന്താ? പറയേ. ബോണ്ട് ലൈൻ ഫോർമുല. എന്താ വിളിക്കുന്നത്? ബോണ്ട് ലൈൻ ഫോർമുല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രക്ചർ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതണം. കണ്ടൻസ് ഫോർമുല. എന്താ വിളിക്കുന്നത്? കണ്ടൻസ് ഫോർമുല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ഫോർമുല. ഇതൊക്കെ ഒന്ന് മനസ്സിലായാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഓരോ ജംഗ്ഷനിലും കാർബൺ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെയും കാർബൺ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി HBr ആഡ് ചെയ്താൽ Br എവിടെ പോവും, H എവിടെ പോവും കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ ഇന്റർവ്യൂവിൽ ചെക്ക് ചെയ്യും. ടൈം ചെയ്തു ആൻസർ. ഇതിലേക്ക് HBr ഓൺലൈനിലെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കും കേട്ടോ. ഇതിലേക്ക് HBr ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോമിൻ ഏത് പൊസിഷനിലേക്കാണ് പോകുന്നത്? ഏത് പൊസിഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, പ്രഭു എന്തായി? ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല. നോക്കട്ടെ എവിടേക്കായിരിക്കും ചെയ്യ്. തെറ്റിയോ അത്രേ ഉള്ളൂല്ലോ. നമ്മൾ നോക്കട്ടെ, തെറ്റട്ടെ, കുഴപ്പമൊന്നുമില്ല. മാർക്കോണിക് ഓഫ് റൂൾ വെച്ച് നോക്കും. നെഗറ്റീവ് പാർട്ട് ഇതിലേക്ക് പോകും. പ്രണവ് അങ്ങനെ എന്തായി? മാർക്കോണിക് ഓഫ് റൂളില് നെഗറ്റീവ് പാർട്ട് എവിടേക്ക് പോകുന്ന പഠിപ്പിച്ചത്? ഹൈഡ്രജൻ കൂടുതലുള്ള സ്ഥലത്താണ്, കുറവുള്ള സ്ഥലത്താണ്? ശരിക്കും അങ്ങനെ നോക്ക്. എവിടെ ആയിരിക്കും? ശരിയാ, ഞാൻ അങ്ങനെ എഴുതാം. എവിടേക്ക് പോകും? Br അല്ലേ? Br അടുത്ത് ഇത് വന്നപ്പോൾ തൻ്റെ ബ്രെയിൻ എങ്ങനെ തിങ്ക് ചെയ്യണമെന്ന് ഒന്ന് പറഞ്ഞുതരാം. എവിടെ നോക്കിയാൽ ഇതിൽ നമ്മൾ HBr ഇതിൽ കൊടുത്തിട്ടില്ലേ ഉണ്ടോ? ഓക്കെ, ഇവിടെ Br എവിടേക്കോ പോയത്? പെറോക്സൈഡ് ആണെങ്കിൽ ഹൈഡ്രജൻ കൂടുതലുള്ള സ്ഥലത്ത് പോയി.
ഇവിടെ ബി ആർ എവിടെ കുറവുള്ള സ്ഥലത്ത്. ഇനി താനാകെ നോക്കേണ്ടത് ഈ ഡബിൾ ബോണ്ടിൽ എവിടെയാണ്. ശരിയാണ് ആൻസർ. എച്ച് അപ്പുറത്ത് കൊടുക്കണം, ഇവിടെയും കൊടുക്കണം അല്ലേ. ഓക്കെ, ആൻസർ ആയിട്ട് എഴുതും കേട്ടോ. ഓക്കെ, അപ്പോൾ ഡബിൾ ബോണ്ട് എന്താവണം? സിംഗിൾ ബോണ്ട് ആവണം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഒരാൾ ഏകദേശം എഴുതി വെച്ചു. ഇതിൽ നോക്കിയേ, ഇത് പഠിക്കുമ്പോൾ തൻ്റെ ബ്രെയിൻ എങ്ങനെ തിങ്ക് ചെയ്യണം? ഈ 9 പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, പഠിച്ചു എന്ന് കേൾക്കാം. അപ്പോൾ ആ 9ൽ എച്ച് ബി ആർ കൊടുത്തു കഴിഞ്ഞാൽ ഏതിലേക്ക് പോകും? എച്ച് ബി ആർ നോക്കി, എച്ച് ബി ആർ കണ്ടോ. ഓക്കെ, ഹൈഡ്രജൻ കൂടുതലുള്ള സ്ഥലത്താണോ കുറവുള്ള സ്ഥലത്താണോ? സോ എന്താണ് നെഗറ്റീവ് പാർട്ട് ഓഫ് ദ ആറ്റം ലെസർ നമ്പറിലേക്ക് മൂവ് ചെയ്യും കണ്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയാ ലെസർ നമ്പർ? ഹൈഡ്രജൻ ഏറ്റവും കുറവേതാ? ഇവിടെ അല്ലേ. അപ്പോൾ അവിടേക്ക് പോകും ബി ആർ. എച്ച് ഇപ്പുറത്ത് പോകും. സിംഗിൾ ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട് എന്താവും? സിംഗിൾ ബോണ്ട്. ഓക്കെ, കിട്ടിയ ഡബിൾ ബോണ്ട് അല്ലേ. അതിൽ എവിടെ എച്ച്? ലെസ് അവിടെ ഉണ്ടോ? ഓർത്തോ അതിലേക്ക്. ആ, അപ്പം ഇവിടെ എന്ത് വരും? ബി ആർ വരും. ഡബിൾ ബോണ്ട് എന്താവും? സിംഗിൾ ബോണ്ട് ആവും. എച്ച് ഇവിടേക്ക് പോകും. ബി ആർ അല്ലേ ഇവിടെ വരാം. ഓക്കെ, കിട്ടിയോ? ഇതിൽ എവിടെയാണ് ഹൈഡ്രജൻ ലെസ് ആയിട്ടുള്ളത് അല്ലേ? അവിടേക്ക് ബി ആർ വരും ഉണ്ടോ. ഓക്കെ, എച്ച് എവിടേക്ക് പോകും? അവിടെ വരും. അപ്പോൾ ഡബിൾ ബോണ്ട് എന്താവും? സിംഗിൾ ബോണ്ട് ആവും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ അല്ലേ ഇവിടെ ശ്രദ്ധിക്കാം മോനെ. അതിൽ എന്നല്ലേ പറഞ്ഞു? ഒന്നുകൂടി പേര് പറഞ്ഞേ, ഇടയ്ക്ക് ചോദിക്കോട്ടെ. ആദിഷ്. ഓക്കെ, ആ ആദിൽ എന്നാണോ? ആദിഷ്. ഓക്കെ, എനിക്ക് കഴിഞ്ഞ വർഷം ആദിൽ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു ആക്ച്വലി. ആദിഷ് അതിനു മുമ്പ് വർഷം ഫിജി എന്നുള്ള ഒരു പയ്യനായിരുന്നു. എന്തായാലും ആദിഷ് ആണ് ആക്ച്വലി. രണ്ടുപേരും മാറിപ്പോയതാണ് കേട്ടോ. ഓർത്തോക്കെ ആദിഷ്. ഓക്കെ, ആദിഷ് ഇവിടെ എന്താ സംഭവിച്ചത്? എച്ച് ബി ആറിൽ ഉണ്ടോ. ഓക്കെ, എച്ച് ബി ആർ അല്ലേ. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് പഠിച്ച ഇക്വേഷൻ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും അല്ലെ. എപ്പോഴും അങ്ങനെയല്ലേ, നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും ഒരു റെഫറൻസ് ഉണ്ടാവണം. അത് ഒരെണ്ണം ഉണ്ടാവും. അതാണ് ഈ ഓർഡറിൽ ഇട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ എച്ച് ബി ആറില് ഈ ബി ആർ കണ്ടോ, ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടെയും കാർബൺ ഉണ്ട്. ഇതിൽ ഏത് പൊസിഷനിലേക്കായിരിക്കും പോവാ? ആ CH2ന്റെ അടുത്തേക്ക് അല്ലെ. ഓക്കെ, അങ്ങനെ വന്നെങ്കിൽ നേരത്തെ ഇക്വേഷൻ ഒന്ന് എഴുതി സ്ഥലത്ത് നോക്കിയേ. CH2ന്റെ അടുത്തേക്ക് വന്നെങ്കിൽ ഏതിലായിരുന്നു നോക്കിയേ? പെറോക്സൈഡ് വേണം കണ്ടോ. പെറോക്സൈഡ് ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് പോകും കണ്ടോ. ഓക്കെ, ഡബിൾ ബോണ്ടില് ഇവിടെ നോക്കിയേ ഉണ്ടോ. ഡബിൾ ബോണ്ടിൽ ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടെയും കാർബൺ ഉണ്ട് കണ്ടോ. ഓക്കെ അല്ലേ. ഇപ്പൊ ഞാൻ ആൻസർ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെ, നിങ്ങൾ എവിടെയാണ് എറർ വരുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, ഡബിൾ ബോണ്ടില് എന്താണ് അല്ലെ, ഹൈഡ്രജൻ എവിടെയാണ് കുറവ് കണ്ടോ. ഇവിടെ ഒരു ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ, ഇവിടെ 2 ഇല്ലേ കണ്ടോ. ഓക്കെ, അപ്പൊ അതിൽ എവിടെയാ ഹൈഡ്രജൻ ലെസ്? അതിലേക്ക് പോകും ബി ആർ കേട്ടോ. ഓക്കെ, അതിലേക്കായിരിക്കും ബി ആർ പോകുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇഫ ഓക്കെ ആണോ? ക്ലിയർ ആയിട്ട് കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഡബിൾ ബോണ്ട് എന്താവും? സിംഗിൾ ബോണ്ട് ആവോ ട്രിപ്പിൾ ബോണ്ട് ആവോ? ഡബിൾ ബോണ്ട് കൺവേർട്ട് ടു സിംഗിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്? സിംഗിൾ ബോണ്ട്. ഓക്കെ കേട്ടോ, തെറ്റിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലോ ഒന്ന് എഴുതിയിട്ടാം. അപ്പോ കോമ്പൗണ്ട് ഇതുപോലെ തന്നെ വരക്കുക. ബി ആർ സിംഗിൾ ബോണ്ട് എച്ച് എച്ച് ഇവിടെ എച്ച് ഇവിടെയും എച്ച് കേട്ടോ. ഓർത്തോ, ഇതാണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ചെറുതായിരിക്കും, പക്ഷെ അവർ ചോദിക്കുന്ന രീതി വ്യത്യാസം വരും കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഇവിടെ മെയിൻ ആയിട്ട് ഡൗട്ട് വരേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. അവര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് നെഗറ്റീവ് പാർട്ട് ഓഫ് ദ ആറ്റം അറ്റാച്ച് ടു ദ കാർബൺ ആറ്റം വിച്ച് പൊസസ് അല്ലെ ഡബിൾ ബോണ്ടില. അങ്ങനെയാണെങ്കിൽ ഈ ഡബിൾ ബോണ്ടിൽ എന്തുകൊണ്ട് മാറിയില്ല? ഗീവ് റീസൺ ആയിട്ട് ചോദിക്കും. വാട്ട് ഇസ് റീസൺ? ഡസ് നോട്ട് ചേഞ്ച്. ഡബിൾ ബോണ്ട് പ്രസന്റ് ഇൻ എ ബെൻസീൻ റിംഗ്. വൈ? ബെൻസീൻ റിംഗിൽ ഈ കോമ്പൗണ്ട് ഇട്ടാൽ വർക്ക് ചെയ്യില്ല. വാട്ട് ഇസ് റീസൺ? എന്തായിരിക്കും? ബെൻസീൻ റിംഗിന് ഡാഷ് ഉണ്ട്. കഴിഞ്ഞ വർഷം പഠിച്ചേക്കണാണ് ഒരു ഹെഡിങ്ങിന് അണ്ടർല് ഇങ്ങനെ റൗണ്ട് വരക്കൂലേ? അതെന്താ ആ റിങ് വരക്കുന്നതിന്റെ റീസൺ എന്താ? ശരിയാ, ബെൻസീന് ഡാഷ് ഉണ്ട്. ഏതിന്റെ അണ്ടറില ബെൻസീൻ നമ്മൾ ആദ്യമായിട്ട് കാണും? സ്ട്രോങ് ബോണ്ട് ആണോ? പക്ഷെ ബെൻസീൻ എന്ത് ചെയ്യും? റെസണൻസ്. എന്താ റെസണൻസ്? ബെൻസീൻ എന്തുണ്ട്? റെസണൻസ്. റെസണൻസ് സ്റ്റെബിലൈസേഷൻ. വാട്ട് യു മീൻ റെസണൻസ്? ഡീലൊക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റെസണൻസ്.
എന്ന് പറഞ്ഞ സാധനം ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഡബിൾ ബോണ്ട് ഇപ്പുറത്തേക്കാവും, കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക്, അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ഡബിൾ ബോണ്ട്. എന്തിനാ അങ്ങനെ മൂവ് ചെയ്ത് വെറുതെ ഇരുന്നാ പോരെ? അങ്ങനെ ചോദിക്കും നിങ്ങളെ മൈൻഡ്. അല്ലെങ്കിൽ പിന്നെ പഠിക്കാൻ എളുപ്പമല്ലോ. ആ സാറ് പറഞ്ഞു ബെൻസീൻ അങ്ങനെയാണെന്ന്, പിന്നെ ഇരിക്കട്ടെ കേട്ടോ, ഓർത്ത് നോക്കാം. എന്തിനായിരിക്കും അങ്ങനെ മൂവ് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് പൈ ഇലക്ട്രോൺ എന്നാണ്. വാട്ട് യു മീൻ പൈ ഇലക്ട്രോൺ? പൈ ഇലക്ട്രോൺ പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് ഓഫ് പി ഓർബിറ്റ്, അതിനെയാണ് പൈ ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത് അല്ലെ. ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യും, അത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കറങ്ങുന്ന ഫാൻ ആരെങ്കിലും പിടിക്കുവോ? പിടിച്ചാൽ എന്ത് പറ്റും? എന്ത് പറ്റും? റീസൺ എന്താ? അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഈ ഡബിൾ ബോണ്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിന് സ്റ്റെബിലിറ്റി ആണ്. അതിലേക്ക് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കത്തില്ല ആക്ച്വലി കേട്ടോ. ഇയാളുടെ അടുത്ത് പറയാണ് ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞ ഈ ഫാനും അയാൾ സ്റ്റിക്കർ ഒട്ടിക്കാം, അതൊന്നും ഒട്ടിക്കാൻ പറ്റില്ല. കാരണം എന്താ? അതിനെ മൂവ് ചെയ്യുമ്പോൾ അല്ലെ എന്ത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇതിലേക്ക് ഏതെങ്കിലും ബിആർ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും, നീ തെറിച്ചു പോകും. മനസ്സിലായോ? ഓർത്ത് നോക്കാം. അപ്പോ ആ ബെൻസീന് റെസൊണൻസ് സ്റ്റെബിലിറ്റി കാരണം ബെൻസീനെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ക്ലിയർ ചെയ്ത് ഓർത്ത് വെക്കണം. അപ്പൊ നമ്മൾ ഈ 9 എണ്ണം പഠിക്കുന്നു, പക്ഷെ എല്ലാം അപ്ലൈ ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇക്വേഷൻ എഴുതുന്നു, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള ക്വസ്റ്റിന്റെ ആപ്ലിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ. ദെൻ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്, വേഗം ചെയ്യണം കേട്ടോ. ഓക്കെ. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl കേട്ടോ. വേഗം ആൻസർ എഴുതണം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. കേട്ടോ, ആൻസർ ധൈര്യമായിട്ട് എഴുതാൻ നോക്കുക. തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എഴുതും, മാത്രമേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ആലോചിക്കുക കേട്ടോ. ഓക്കെ. ഇത് ട്രൈ ആൻഡ് എറർ ആണ് ആക്ച്വലി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ കുറെ എണ്ണം ചെയ്ത് വരുമ്പോൾ ക്ലിയർ ചെയ്ത് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ഈ 9 ഇക്വേഷൻസ് നിങ്ങളെ മസിൽ പിടിപ്പിച്ച് ആദ്യ ഇക്വേഷൻ എഴുതിപ്പിച്ച് അപ്പൊ നിങ്ങൾ വരുന്നു ഞാൻ പഠിച്ചു എന്ന് കരുതും. പക്ഷേ ഇതുപോലത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻസ് പാസ്റ്റ് ഇയറിൽ ആ ടോപ്പിക്കിൽ നിന്ന് കുറെ ചെയ്ത് വരുമ്പോൾ തനിയെ എന്ത് ചെയ്യും അല്ലെ, പതുക്കനെ കിട്ടി തുടങ്ങും അല്ലെ. ഓക്കെ. അല്ലാതെ ഇപ്പൊ ഇയാളെ നമുക്ക് കാർ ഓടിക്കാൻ പഠിക്കണം, 10 പ്രാവശ്യം ഞാൻ എഴുതിപ്പിക്കാം, പറ്റുമോ? അത് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാവും. നമ്മൾ പതുക്കനെ ചെയ്ത് അല്ലെ, ഒന്ന് പ്രാക്ടീസ് എന്ന് പറയും. അപ്പൊ ഓർഗാനിക് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പ്രാക്ടീസ് ആണ് ആക്ച്വലി. നമ്മൾ കുറച്ച് ഇക്വേഷൻ എഴുതുന്നു, അത് എന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ. വേഗം ആൻസർ കാണണം കേട്ടോ. ഓക്കെ, വേഗം ചെയ്യാം. കിട്ടിയോ? ധൈര്യമായിട്ട് എഴുതിക്കോ. ആ സൂപ്പർ കേട്ടോ. തുടക്കം തന്നെ 2 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. എഴുതിക്കോ, ധൈര്യമായിട്ട് എഴുതിക്കോ. എന്താ മോനെ ചോദിച്ചു? ആ സീലാട് കേട്ടോ. ഓർത്തോ, അതില് നേരത്തെ കണ്ടില്ലേ HBr കണ്ടതുപോലെ ഹൈഡ്രജൻ ലെസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ആര് പോകും? Cl. H അതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് പോകും. അവിടെ Cl വരും. H എവിടെ വരും? ഇത് ഈ പൊസിഷൻ കണ്ടോ? ഓക്കെ. അപ്പൊ CH3 ഡബിൾ ബോണ്ട് എന്താവും? അത്ര ഉണ്ടോ? അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിക്കോ കേട്ടോ. അടുത്തത് പേടിക്കേണ്ട, ധൈര്യമായിട്ട് എഴുതിക്കോ കേട്ടോ. ഓക്കെ. അതെങ്ങനെ വന്നു ക്ലിയർ എഴുതി കിട്ടണം കേട്ടോ. ഓക്കെ. ആദ്യം ആൻസർ എഴുതിയാ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവൂലേ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ ശ്രദ്ധിക്കുക, ഈ HCl അല്ലേ, HCl എവിടെയാണ് ഹൈഡ്രജൻ കുറവുള്ളത് അതിലേക്കായിരിക്കും Cl പോകുന്നത്.
ഉണ്ടോ? ഓക്കെ, നമ്മളെപ്പോഴും കിട്ടിയില്ലെങ്കിൽ ആദ്യത്തെ ഇതിനെ റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഇയാളെ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ മൈൻഡ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇതിലെന്താ വന്നേക്കുന്നത്? ഹൈഡ്രജൻ കുറവുള്ള സ്ഥലത്തേക്ക് ബി ആർ പോയി. ബി ആർ പോലെയാണ് ആരും ഇരിക്കുന്നത്? സി എൽ ഇരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ സി എൽ എവിടേക്ക് പോകും? ഹൈഡ്രജൻ കുറവുള്ള സ്ഥലത്തേക്ക്. പെറോക്സൈഡ് വന്നാൽ എന്ത് പറ്റും? കൂടുതൽ. ഇവിടെ സി എച്ച് ടു ആകട്ടെ, സി എച്ച് ടു, സി എച്ച് ടു ഉണ്ടോ? കാർബണിന്റെ വാലൻസി 4 അല്ലേ, അതിൽ 2 ബോണ്ട് ഇവിടെ തീർന്നു ഉണ്ടോ? ഓക്കെ, ബാക്കി 2 ഹൈഡ്രജൻ വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബി ആർ ഇവിടെ വന്നു ഉണ്ടോ? ഓക്കെ, അതുപോലെ ആയിരിക്കും അടുത്ത തന്നെ കേട്ടോ. ഓക്കെ, ആന്റിമാർ ബോണ്ട്. ആ ശരിയാണ് കേട്ടോ. ഓക്കെ, ഡബിൾ ബോണ്ട് എന്താവും? സിംഗിൾ ബോണ്ട്. ഓക്കെ, ഇത് എച്ച് സി എൽ അല്ലേ. ഇത് പെറോക്സൈഡ് ഇടുമ്പോഴാണ് ഹൈഡ്രജൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് പോകാം. അല്ലെങ്കിൽ എന്തായിരിക്കും? കുറവുള്ള സ്ഥലം. കുറവുള്ള സ്ഥലം ഏതാ? ഇതല്ലേ ഉണ്ടോ? അവിടേക്ക് സി എച്ച് പി ആർ സി എച്ച് ടു കേട്ടോ. അപ്പോൾ സി എൽ എടുത്തിട്ട് ഇവിടെ ഇടണം, അപ്പുറത്ത് സി എച്ച് ടു ഇടണം കേട്ടോ. ഞാൻ ആൻസർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ശരിയായി കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്ത് ആ ഒരെണ്ണം ഇതായി ഉണ്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റൻസ് ഇവിടെ ആദ്യമേ ശരിയാക്കി അടുത്ത. ഇനി നോക്കിയത് പെറോക്സൈഡ് വന്നാൽ ഹൈഡ്രജൻ എവിടേക്കാ പോവാം? ആ ലാർജ്. ഇവിടെ ഏതായിരുന്നു ലാർജ്? സി എച്ച് ടു. അവിടെ സി എച്ച് ടു എഴുതി. ആ അവിടേക്ക് എന്ത് വരും? ആ ധൈര്യമായിട്ട് എഴുതാം. ഡി ആർ. ഡബിൾ ബോണ്ട് എന്താവും? ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആക്കണം കേട്ടോ. ഇത് ഇവിടുത്തെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് കേട്ടോ. ഒരു ബോണ്ട് വെട്ടിക്കളയണം കേട്ടോ. ആ ഇനി എന്ത് ചെയ്യണം? എച്ച് ഏതിലേക്ക് പോകും? ഇപ്പോൾ ഒരു ബി ആർ ഇവിടെ വന്നില്ലേ, അപ്പോൾ ഈ എച്ച് എവിടേക്ക് പോകും? ആ ഇവിടെ ഇവിടെ ഉണ്ടോ. ഓക്കെ, ഡബിൾ ബോണ്ടിൻ്റെ അടുത്ത് ഇപ്പുറത്ത്, അപ്പോൾ സി എച്ച് ടു ഉണ്ടോ. ഓക്കെ, അങ്ങനെ മെത്തേഡ് വരുന്നത് ഉണ്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ആ സെക്കൻഡ് അല്ലേ? ആ തേർഡ് വണ്ണിന്റെ ആൻസർ എഴുതുന്നത് അല്ലേ? ബെൻസീൻ ഉണ്ട് അതിനകത്ത്. ആ ശരിയാ, ഇവിടെ ഒരു ബെൻസീൻ വരക്കണം കേട്ടോ. ശരി, ബാക്കിയൊക്കെ ശരി, കറക്റ്റ്. ഇഫ എന്ന് പറഞ്ഞേ ഫസ്റ്റ് കേസ്. ആൻസർ എഴുതിയേക്കുന്നു, ഒന്ന് വായിച്ചാൽ മതി. സി എസ് ടി. ആ സി എൽ ഇവിടെയാണോ? ലാസ്റ്റ് ആണോ വന്നേക്കുന്നത്? ഓർത്ത് വെക്കാം, ഇതില് നെഗറ്റീവ് പാർട്ട് അല്ലെ, പെറോക്സൈഡ് ഇല്ല. അപ്പൊ ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം നെഗറ്റീവ് പാർട്ട് വരുന്നത്. നെഗറ്റീവ് ആരാ? എച്ച് പ്ലസ് ആൻഡ് സി എൽ മൈനസ് അല്ലേ? കണ്ടോ? ഓർത്ത് വെക്കാം. അപ്പൊ ക്ലോറിൻ നെഗറ്റീവ് പോർഷൻ ആണ്, അത് ഏതിലേക്ക് പോവും? സി എച്ചിന്റെ അടുത്തേക്ക് വരും. കണ്ടോ? ഓർത്ത് വെക്കാം, നെഗറ്റീവ് പാർട്ട്. കണ്ടോ? ഓർത്ത് വെക്കാം, നെഗറ്റീവ് പാർട്ട് സി എല്ലിലേക്ക്. അപ്പൊ ആൻസർ എങ്ങനെ വരിക? സി എച്ച് ത്രീ കേട്ടോ. ഓക്കെ, സി എച്ച് ത്രീ, സി എച്ച് ടു, സി എച്ച്, ഇവിടെ സി എൽ വരും കേട്ടോ. ഓക്കെ, ഇവിടെ സി എൽ ഉണ്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് ഈ എച്ച് ഉണ്ടല്ലോ, ഈ എച്ച് സി എച്ച് ടുവിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ സി എച്ച് ത്രീ ആയിട്ട് വരും, സി എച്ച് ത്രീ കേട്ടോ, സി എച്ച് ത്രീ ആവും. ദെൻ ആദിഷ്, അടുത്ത എങ്ങനെയായിരുന്നു? ആ ആ വെരി ഗുഡ്. കണ്ടോ? ഓർത്തൊക്കെ പെറോക്സൈഡ് വന്നപ്പോ ഓപ്പോസിറ്റ് ആയി. ആദിഷ് കറക്റ്റ് ആയി ചെയ്തു കേട്ടോ. അപ്പൊ പെറോക്സൈഡ് വരുമ്പോ ഓപ്പോസിറ്റ് ആണ് അല്ലെ, ആന്റി മാർക്കോണിക്. അപ്പൊ ഏറ്റവും ഹൈ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് പോകും. കണ്ടോ? ഓർത്തൊക്കെ പെറോക്സൈഡ് വരുമ്പോ ഡബിൾ ബോണ്ടില് ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിന്റെ അടുത്തേക്ക്. കണ്ടോ അല്ലെ, ഹൈഡ്രജൻ ഹയർ ആയിട്ടുള്ള. അപ്പൊ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡെൻഡം വിച്ച് അല്ലെ എന്താണ് അറ്റാച്ച്ഡ് ടു എ കാർബൺ ആറ്റം വിച്ച് പോസസ് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദ പ്രസൻസ് ഓഫ് എന്ത് വന്ന? പെറോക്സൈഡ് വന്ന. അപ്പോ ഇത് പ്രാക്ടീസ് ചെയ്തേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലെ, ക്ലിയർ ആയിട്ട് തോന്നും. പക്ഷെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ ഈ 9 പഠിച്ചു. ആ 9ൽ നിന്ന് ബാക്കി വന്നേക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇൻടെക്സിൽ വന്നേക്കുന്നത്. ഇവിടെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിലേക്ക് വീണ്ടും ഒന്ന് ചെയ്യാം.
ഇതെല്ലാം ഇൻ ടെക്സ്റ്റ് വിത്ത് എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, ഇത് ബെൻസീൻ അല്ല. ഇങ്ങനെ എഴുതിയ അതിന്റെ പേര് സൈക്ലോ. സൈക്ലോ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് എന്നാണ്. സൈക്ലോ ഹെക്സൈൻ. അതിൽ ഓയിച്ച് വന്നാൽ എന്ത് പറ്റും? സൈക്ലോ ഹെക്സനോൾ കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ബെൻസീൻ ആവണമെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് വേണം അല്ലെ, ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ റൗണ്ട് എന്നൊക്കെ കൊടുക്കും, റെസൊണൻസ് ഒക്കെ കൊടുക്കും. അപ്പൊ ഇതെന്താ? സൈക്ലോ ഹെക്സൈൻ ആണ്. ഇതിലേക്ക് SOCl2 തൈനൈൽ ക്ലോറൈഡ് കൊടുത്താൽ എന്ത് പറ്റും? SOCl2. ഓയിച്ച് റീപ്ലേസ് ചെയ്ത് അവിടെ എന്ത് വരും? Cl. ഓയിച്ച് റീപ്ലേസ് ചെയ്ത് Cl കണ്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഇവിടെ ഇത്രയുള്ള ആൻസർ. ഇതിന് മുകളിൽ എവിടെയാണോ ഓയിച്ച് അതിന്റെ പൊസിഷനിൽ എന്ത് വരും? Cl കണ്ടോ, ഓർത്ത് വെക്കാം. അപ്പോ നേരത്തെ പഠിച്ചത് അല്ലേ, അപ്പൊ നമ്മൾ ഓർത്ത് വെക്കണം, ഞാൻ ഫസ്റ്റ് പഠിച്ച ഇക്വേഷന്റെ അതേ ടൈപ്പ് ആണ് കേട്ടോ. ആൻസർ എഴുതി വെക്കാം കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഈ ഓയിച്ച് കണ്ടോ SOCl2 ഇട്ടാൽ നിങ്ങൾ എന്താ ഒബ്സർവ് ചെയ്യണ്ടേ? ഓയിച്ച് പോയിട്ട് അവിടെ എന്ത് വരും? Cl അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യം പഠിച്ച സ്ഥലത്താണ് ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാല് നിങ്ങളെ ബ്രെയിൻ എങ്ങനെ തിങ്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും കേട്ടോ. പല ആൾക്കാരും എന്ത് ചെയ്യുന്നു പറയും, കുറെ പഠിക്കും, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ കൂടെ ഓടി കിടക്കും കേട്ടോ, ഓർത്തോ. ഇപ്പൊ ഈ പേന കാണാതെ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, റോട്ടിലാണോ പല സ്ഥലത്താണോ അന്വേഷിക്കുക? അല്ല, ഈ പേന എവിടെയാണോ വെക്കാൻ ചാൻസ് ഉള്ളത് അവിടെ അന്വേഷിക്കണം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കണ്ടാൽ ബ്രെയിൻ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, ഈ 9 ഇക്വേഷൻസ് ഒന്ന് നോക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞ് നോക്കി തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ കുറച്ച് കഴിയും. ഓർഗാനിക് മാത്രം അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വാശിക്ക് നിങ്ങൾ ഇത് ഒരു 50 പ്രാവശ്യം എഴുതിപ്പിച്ചെന്ന് കരുതാം. ആ റൈറ്റ് ടൈമിൽ ഇതിനെ മാച്ച് ചെയ്യാൻ കിട്ടണ്ടേ? അതിന് പകരം കുറെ പ്രാവശ്യം പതുക്കെ നോക്കി നോക്കി ക്ലിയർ ചെയ്ത് ഒന്ന് സമാധാനമായിട്ട് മനസ്സിലാക്കുക ഇങ്ങനെ ടൈപ്പ് ആണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ല ഇത്രയോ രണ്ടെണ്ണം. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിനു മുമ്പ് Cl2 ആൻഡ് UV ലൈറ്റ് വരുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കുക. അതാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ചെയ്യാം അല്ലെ, പഠിക്കുന്നതിന്റെ പർപ്പസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു പോകും അല്ലെ. ഓക്കെ, ആ Cl2 ആൻഡ് UV ലൈറ്റ് വരുന്ന ഇക്വേഷൻ എല്ലാവരും നോക്കിയേ അല്ലെ. അവിടെ നോക്കിയേ, അവിടെ എന്താ ചെയ്തേ? അതുപോലെ ഇതിനെയും ചെയ്യും. അവിടെ നോക്കി, അവിടെ ബെൻസീനുകളൊന്നും ചെയ്തെന്നില്ല അല്ലെ, അവിടെ ബെൻസീനൊന്നുമില്ല. അവിടെ എന്താ മാറുന്നത്? ഒരു എച്ച് മാറിയിട്ട് എന്തിടും? Cl ഇടും. അപ്പോ ഇവിടെ എച്ച് എവിടെയാണോ ആ ഏതെങ്കിലും ഒരു എച്ച് മാറിയിട്ട് Cl ഇടും. അത്രേ ഉള്ളൂ നിങ്ങളുടെ ഡ്യൂട്ടി ഉണ്ടോ. ഓക്കെ, അങ്ങനെ പഠിക്കണം, മനസ്സിലായി? അതാണ് മെത്തേഡ്, അപ്ലൈ ചെയ്യുന്നതാണ് ആക്ച്വലി. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചത് CH3 CH2 CH2 അല്ലെ, Cl2 ആൻഡ് UV ലൈറ്റ് കൊടുത്തപ്പോ അവിടെ എന്താ ചെയ്തേ? ആ മെത്തേഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എച്ച് മാറിയിട്ട് അവിടെ Cl കൊടുത്തു. അതുപോലെ ഈ കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് ബെൻസീൻ ഇങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല. കണ്ടോ, ഓർത്ത് നോക്കുക. ബെൻസീൻ അവിടെ ഇല്ല, അങ്ങനെ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. ബാക്കിയുള്ള ഇവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു എച്ച്, ഇവിടത്തെ മാറ്റാം, ഇവിടത്തെ മാറ്റാം, ഇഷ്ടമുള്ളത് മാറാം കേട്ടോ, ഓർത്ത് നോക്കുക. എച്ച് മാറിയിട്ട് അവിടെ എന്ത് കൊടുക്കണം? Cl. അവിടെ എന്താ കൊടുക്കണേ? Cl കേട്ടോ. ചെയ്തു കേട്ടോ. ഓക്കെ, നോക്കട്ടെ. ഒരു എച്ച് മാറിയിട്ട് ഒറ്റ വെച്ച് അത് തന്നെ. യെസ്, ആ ബൈ പ്രൊഡക്റ്റ് എഴുതണില്ല, വേണ്ട, കുഴപ്പമില്ല കേട്ടോ. Cl എഴുതുകൊണ്ട് തെറ്റൊന്നുമില്ല, റൈറ്റ് ആണ്. പക്ഷെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, യെസ്, റൈറ്റ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങളൊരു റൂട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗുഡ്. ഒരു എച്ച് മാറിയിട്ട് Cl ആക്കണം. ഇതിൽ നിന്ന് എച്ച് ഇല്ലേ മാറി, ഏതെങ്കിലും ഒരു എച്ച് മാറ്റുക, എന്നിട്ട് Cl ഇടാം. അപ്പൊ എന്ത് ചെയ്യും? ഒറ്റ എച്ച് മാറ്റുക. മറ്റേ ഇക്വേഷനിൽ അങ്ങനെയല്ല വരുന്നത്. രണ്ട് പ്രോഡക്റ്റ് അവിടെ എഴുതി അല്ലേ. ഓക്കെ, നമുക്കിപ്പോൾ ഒരെണ്ണം എഴുതിയാലും മതി. ഓക്കെ, ഇവിടെ പക്ഷെ ഡബിൾ ബോണ്ട് വേണ്ട, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവും, ഉണ്ടോ? പതുക്കെ സിംഗിൾ ബോണ്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര എച്ച് ഉണ്ട്? 2 എച്ച് അല്ലെ. അതിൽ നിന്ന് മാറിയിട്ട് ഒരു Cl ഇട്ട് റൈറ്റ് ആണ്. പക്ഷെ ഇവിടെ എച്ച് ഉള്ളത് അതുപോലെ തന്നെ എഴുതണ്ടേ. ഇപ്പൊ എത്ര എച്ച് ഉണ്ട്? 3 ഉണ്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എവിടെയാണ് എറർ വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരും റെസ്പോണ്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല.
ഇവിടെ ശ്രദ്ധിക്കാം, ഈ എച്ച് മാറുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ എച്ച് മാറ്റാം കേട്ടോ. ഓക്കെ, ദെൻ അതിശയം ഓക്കെ അല്ലേ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു എച്ച് മാറിയാൽ മതി കേട്ടോ. ഇവിടെ എന്നുള്ളതല്ല, ഈ പറയുന്ന CH2 CH3 ഇതിൽ ഏതെങ്കിലും ഒരു എച്ച് മാറ്റുക. അപ്പോ ബെൻസീൻ റിംഗ് ഇവിടെ CH ഒരു മാറിയിട്ട് ഞാൻ ഇവിടെ Cl ഇട്ടു CH3. ഇതാണ് ആൻസർ കണ്ടോ. ഓക്കെ, ഇനി ചില ആൾക്കാർക്ക് ആ CH3 എച്ച് മാറിയിട്ട് ഇടാം, അവിടെ ഒരു Cl കേട്ടോ. ഓർത്ത് നോക്കുക, ഒരു എച്ച് മാറിയിട്ട് അവിടെ Cl ഇടാം കേട്ടോ. ഓർത്ത് നോക്കാം, ആ രീതിയിലാണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം കേട്ടോ, എങ്ങനെയാണോ വന്നേക്കുന്നത് എന്നുള്ളത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഈ ടോപ്പിക് എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓരോ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ഇതുപോലെ കുറെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഓർഗാനിക് കഴിഞ്ഞ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഈ ടോപ്പിക് എടുക്കുന്നു, ഈ ടോപ്പിക്കിന്റെ ഇക്വേഷൻസ് ആദ്യം ഈ 9 ഇക്വേഷൻസ് ഓർഡറിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ വെച്ച് മാച്ച് ചെയ്യാം. മനസ്സിലായി? ആ മാച്ച് ചെയ്യുക. അങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ എററൊക്കെ വരും, പക്ഷെ അത് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് പതുക്കനെ എടുത്തു പോവാം. പക്ഷെ മറ്റേ ചാപ്റ്റർ അങ്ങനെയല്ല. സൊല്യൂഷൻ ആണെങ്കിൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ കൊണ്ടിപ്പോ പറയിപ്പിച്ച് ആ പരിപാടി വേറെ പ്രാക്ടീസ് ഒന്നുമില്ല, ഡയറക്റ്റ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിലേക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകും കേട്ടോ. ഓക്കെ കേട്ടോ, അപ്പൊ ഓർത്ത് വെക്കാം. നമുക്ക് ഒന്നുകൂടി കണ്ടന്റ് ഒന്ന് ഓർഡറിൽ പറയാം. ഈ ചാപ്റ്റർ കേട്ടോ, ഈ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടൊന്ന് തുടങ്ങി വെക്കാം. ഈ ചാപ്റ്ററിൽ ആദ്യം ഉണ്ട് എന്തൊക്കെയാ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന് പറഞ്ഞേ. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. അടുത്ത് വരുന്നത് അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ. ഞാൻ പറയിപ്പിക്കോട്ടോ, എല്ലാവരും കൊണ്ട് പറയിപ്പിച്ചിട്ടേ ഒന്ന് വൈൻഡപ്പ് ചെയ്യുള്ളൂ. അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ. പ്രണവി തുടങ്ങിക്കോ. അലൈലിക് മുതൽ അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ കേട്ടോ. കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയിപ്പിച്ചോളാം. ഓക്കെ, അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ. അരൈൽ. ഓക്കെ, അരൈൽ. Then next Adish. Array. Then next Ifa. Array. Okay. ക്ലാസിഫിക്കേഷൻ ആണ്, അതൊക്കെ എന്താണ് അടുത്ത ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓർത്തുക, ഇവിടെ നമുക്ക് ഈ ടോപ്പിക്കിനെ കുറച്ച് വരെ എടുത്ത് വൈൻഡപ്പ് ചെയ്യാം, എന്നിട്ടേ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകണുള്ളൂ കേട്ടോ. ഓർത്തുക, നിങ്ങൾക്ക് എക്സാം ഉള്ളതുകൊണ്ട്. ദെൻ നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്താണ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിനില് ഫസ്റ്റ് ഹെഡിങ്സ് മാത്രം കിട്ടിയാൽ മതി. ഫ്രം ആൽക്കഹോൾ. സെക്കൻഡ് ഹെഡിങ് ഫ്രം ഹൈഡ്രോകാർബൺ. തേർഡ് ഹെഡിങ് ഇന്റർ ഹാലജൻ എക്സ്ചേഞ്ച് കേട്ടോ. ഓർത്തുക, അതാണ് എന്ത്, ഫിംഗൽസ്റ്റീനും സ്വാർട്സും കേട്ടോ. ഓർത്തുക, ഫിംഗൽസ്റ്റീൻ. അങ്ങനെ 3 മെയിൻ ഹെഡിങ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 3 ഹെഡിങ്സിന്റെ പേരുകളൊന്ന് മനസ്സിൽ കൊണ്ടുപോയേ. ഫ്രം ആൽക്കഹോൾ, അടുത്ത ഹെഡിങ് എന്താ, ഫ്രം ഹൈഡ്രോ കാർബൺ, അടുത്ത എന്തായിരുന്നു, ഇന്റർ ഹാലജൻ എക്സ്ചേഞ്ച് കേട്ടോ. അതാണ് ആ ഫിംഗൽസ്റ്റീനും സ്വാർട്സും ഇന്റർ ഹാലജനുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലെ, ഫിംഗൽസ്റ്റീൻ. അങ്ങനെയാണ് 3 ബിഗ് ഹെഡിങ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ദെൻ അവിടെ വരുന്ന ആദ്യത്തെ ഇക്വേഷൻ മുതൽ ഞാനൊന്ന് പറയാം, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്ന് പതുക്കനെ പ്രാക്ടീസ് ചെയ്താൽ മതി. തുടങ്ങിയത് അല്ലെ, ഫ്രം ആൽക്കഹോളിൽ 2 എണ്ണമാണ് ഞാൻ പിക്ക് ചെയ്തേക്കുന്നത്. അത് കുറെ ഇക്വേഷൻ ആയിട്ട് എഴുതിയേക്കുന്നതാണ്. പക്ഷെ ആദ്യത്തെ ROH, അതിലേക്ക് SOCl2 ഇട്ടാൽ OH പോയിട്ട് Cl വരും. ഒബ്സർവേഷൻ അത് വേണ്ടു. OH പോയിട്ട് അവിടെ എന്ത് വരും, Cl. ബൈ പ്രൊഡക്റ്റുകൾ ഓർത്താൽ ബെസ്റ്റ് SO2 ആൻഡ് HCl ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത ROH, അതിലേക്ക് PCl3 അല്ലെങ്കിൽ PX3 അല്ലെ, NaBr. കുറെ ആൾക്കാരുണ്ട് അതിനകത്ത്. റെഡ് ഫോസ്ഫറസ് 6 അത് എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് കുറെ വേണ്ടെന്ന് എഴുതിയിട്ടാ കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് എഴുതിയേക്കുന്നത് എന്തായിരുന്നു ആക്ച്വലി, HCl പ്ലസ് ZnCl2 ലൂക്കാസ് റിയേജന്റ് അല്ലെ. എനി വൺ ഓഫ് ദി കോമ്പൗണ്ട് ഇട്ടാൽ അവിടെ OH റീപ്ലേസ് ചെയ്ത് എന്ത് വരും, X വരും. ഒബ്സർവ് ചെയ്താൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ പ്രഷർ കൊടുത്ത് പഠിക്കരുത്. അവിടെ OH പോയിട്ട് അവിടെ എന്ത് വരും, X. ഇത് 2 എണ്ണമാണ് ഇക്വേഷൻസ് കേട്ടോ. ക്ലാരിറ്റിയിൽ പഠിക്കുക. വീട്ടിൽ പോയിട്ട് ഇന്ന് എല്ലാനും അല്ല 4 എണ്ണം പിക്ക് ചെയ്യുക. 4 ഇക്വേഷൻസ് ടോട്ടൽ 9 അല്ലേ. നാളെ ഒന്ന് ബാക്കി അങ്ങനെ ആഡപ്പ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ എന്തായിരുന്നു, ഫ്രം ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബണിലെ ഫസ്റ്റ് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ആക്ച്വലി, ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. എച്ച് മാറിയിട്ട് അല്ലെ, ഒരു എച്ച് മാറിയിട്ട് അവിടെ Cl വരും. അങ്ങനെ ഒബ്സർവ് ചെയ്യണം. അല്ലാതെ ആ ഇക്വേഷൻ CH2 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 CH3 പ്ലസ് Cl2 ആൻഡ് UV ലൈറ്റ് CH3 CH Cl അങ്ങനെ പഠിക്കണമെന്നില്ല. അവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. പല ആൾക്കാരും അങ്ങനെ എഴുതിയൊക്കെ പഠിക്കണുണ്ട്. ഞാൻ തന്നെ പേടിക്കാറുണ്ട് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം. പക്ഷെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടില്ല. മനസ്സിലായി? നേരത്തെ കണ്ടോ
സൈക്ലോഹെക്സേനും അങ്ങനെയാണ്. അപ്പൊ ആ ചോദിക്കുമ്പോൾ ഒരു എച്ച് മാറിയിട്ട് അവിടെ എന്ത് വരണം, Cl വരണം. ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഡബിൾ ബോണ്ട്, മാർക്കോണിക് ഓഫ് റൂൾ അല്ലെ, ഓർത്ത് നോക്കുക. അവിടെ ഓർത്ത് നോക്കുക, ഡബിൾ ബോണ്ടില് ഹൈഡ്രജൻ ലെസ്സിലേക്കാണ് Br ബോണ്ട്, ഹൈഡ്രജൻ ലെസ്സിലേക്ക് ഹാലജൻ മൂവ് ചെയ്യണം. അതാണ് മാർക്കോണിക് ഓഫ് റൂൾ. പെറോക്സൈഡ് വന്നാൽ എന്ത് വരും, ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഡബിൾ ബോണ്ട് കാർബണാറ്റം ആണ്, ഡബിൾ ബോണ്ടഡ് കാർബണാറ്റത്തിൽ ഹയർ നമ്പറിലേക്ക് പോകണം. അതാണ് അടുത്ത് എഴുതിയത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു, ഡബിൾ ബോണ്ടിനെ ഒക്കെ കഴിഞ്ഞിട്ട് ബെൻസീൻ അല്ലെ, ആവില്ല, CH2 ഡബിൾ ബോണ്ട് CH2, അതിലേക്ക് CCl4 ആൻഡ് Cl2 ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ട് സ്ഥലത്തും Cl വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെൻസീൻ റിംഗ് Fe ആൻഡ് ഡാർക്ക് കൊടുത്തു. അപ്പൊ എന്ത് വരും, ബെൻസീനിൽ എന്ത് വരുന്നു, Cl വന്നു. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ എന്തായി, സാൻ മേസ് റിയാക്ഷൻ അല്ലെ. സാൻ മേസിൽ എവിടെയായിരുന്നു ആക്ച്വലി, അനലിൻ. അത് അനലിലേക്ക് NaNO2 ആൻഡ് HCl അല്ലെ. ഇപ്പൊ N2+ ആൻഡ് Cl- കിട്ടും. അതിനെ വിളിക്കുന്ന പേര് ഡയസോട്ടൈസേഷൻ എന്നാണ് ആദ്യത്തെ ടോപ്പിക്. അത് കഴിഞ്ഞിട്ടാണ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ട്രീറ്റഡ് വിത്ത് കുപ്രസ് ക്ലോറൈഡ് Cu2Cl2 ക്ലോറോബെൻസീൻ അല്ലെ, ക്ലോറോബെൻസീൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സാൻ മേസ് എന്ന് വിളിക്കുന്ന പേരുള്ളത്. അത് കഴിഞ്ഞാൽ രണ്ട് എക്സ്ചേഞ്ചിങ് റിയാക്ഷൻ ആണ്. ഏതൊക്കെയായിരുന്നു, ഫിംഗിൾസ്റ്റീൻ ആൻഡ് സ്വാർട്സ്. ആ പേരൊന്ന് പഠിച്ചേ, ഫിംഗിൾസ്റ്റീൻ ആൻഡ് സ്വാർട്സ്. ഫിംഗിൾസ്റ്റീൻ എന്ന് പറഞ്ഞാൽ NaI ഓർക്കണം, NaI കണ്ടോ, എക്സ് മാറിയിട്ട് അവിടെ I വന്നു. സ്വാർട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, AgF. അവിടെ എക്സ് പോയിട്ട് അവിടെ എന്ത് വരും, ഫ്ലൂറിൻ വരും. കണ്ടോ, ഓർത്ത് നോക്കാം, ഫ്ലൂറിൻ അങ്ങനെ വരുന്നതാണ്. അപ്പൊ ഓർഗാനിക് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ. അങ്ങനെ പഠിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താന്ന് പറയാം. ഈ ഓർഗാനിക് പഠിച്ച എല്ലാ റിയാക്ഷനും, ഈ നിങ്ങൾ ഒരാളാണെന്ന് കരുതുക, കഷ്ടപ്പെട്ട് എല്ലാ ഓർഗാനിക് റിയാക്ഷനും പഠിച്ചു. നമ്മള് ലാസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോഴല്ല, 4 ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി ഇടാം, 4 ചാപ്റ്റർ എല്ലാ ഇക്വേഷനും ഒറ്റ ഇക്വേഷൻ പോലും ഇടാതെ 2 പേജിലേക്കാക്കി എഴുതാം. ഓർഡറിൽ, കറക്റ്റ് ഓർഡറിൽ എല്ലാ ഇക്വേഷനും ഇവിടെ പ്രാക്ടീസ് ചെയ്യും. ഞാൻ പറയും, നിങ്ങൾ പറയും, പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനെ മുഴുവൻ പഠിച്ചു എന്ന് കരുതാം, മാർക്കാവില്ല. ഓർഗാനിക്കിന്റെ മാത്രം പ്രശ്നമാണ് ഈ പറയുന്നത്, പുറത്ത് വെക്കുക. അപ്പൊ കഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാ ഇക്വേഷനും പഠിച്ചു, എല്ലാ ഇക്വേഷനും ഈ ഓർഡറിൽ ഞങ്ങൾ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും ഇതൊക്കെ എഴുതി. ഇനി ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം പറയാം. ഇപ്പൊ കളമശ്ശേരി രാജഗിരിയിൽ നിന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം നോറ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവർക്ക് 100 കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ബാച്ചിൽ, അതിന് മുമ്പത്തെ വർഷം കാരൽ എന്ന് പറയുന്ന കുട്ടി 100 ആണ് കെമിസ്ട്രിയിൽ. അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ കറക്റ്റ് ഓർഡറിൽ പഠിച്ചാൽ മതി കെമിസ്ട്രി. ഫിസിക്സിന്റെ പോലെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഓർഡറിൽ കുറച്ച് പഠിച്ചാൽ മതി, സിസ്റ്റമാറ്റിക് ആയിട്ട്. ഞങ്ങൾ ഇങ്ങനെ ഇക്വേഷൻസ് എഴുതി പ്രാക്ടീസ് ചെയ്തു, അത് മാർക്കാവില്ല. ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ചാപ്റ്റർ ടു ചാപ്റ്റർ കൺവേർഷൻ ഉണ്ടാവും. ഈ കൺവേർഷൻ ടെക്സ്റ്റ് ബുക്കിലെയും പാസ്റ്റ് ഇയറിലെയും എന്ന് പാസ്റ്റ് 15 ഇയറിലെ കൺവേർഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ചാർട്ടാണ്. ഗൂഗിൾ മാപ്പ് അറിയാലോ, ഒരാള് ഗൂഗിൾ മാപ്പ് ഇട്ട് ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണം, ട്രിവാൻഡ്രം എന്ന് കരുതിയിട്ട് ആ ഗൂഗിൾ മാപ്പ് മുഴുവൻ എഴുതി പഠിക്കുമോ നിങ്ങൾ? രാവിലെ എഴുതിക്കുമ്പോൾ തന്നെ ഗൂഗിൾ മാപ്പ് മുഴുവൻ എന്ന് കരുതി ഈ മാപ്പ് പഠിക്കാനുള്ളതാണോ? അപ്പോ മാപ്പ് പഠിക്കാനുള്ളതാണോ? അല്ല. മാപ്പ് എന്താണ്, ആക്ച്വലി മൂവ് ചെയ്യാനാണ്. എന്ന് പറഞ്ഞ് ഇത് നോക്കിയിട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യും, കൺവേർഷൻ ചെയ്യുമ്പോൾ ഈ മാപ്പ് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് വരും, മനസ്സിലാവും. നിങ്ങൾ ഇവിടുന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എഴുതി പഠിച്ചിട്ടാണോ പോണേ, ഫസ്റ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയാണോ? ഏതെങ്കിലും സ്ഥലത്ത് ഏകദേശം മനസ്സിലാക്കും. 2-3 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ വഴി മനസ്സിലാവില്ലേ? ഓക്കെ, അന്ന് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോകില്ല. അതുപോലെ കൺവേർഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ളത്. ABCD ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോഴാണ്. നിങ്ങൾക്ക് 2 ചാപ്റ്റർ 3 ചാപ്റ്റർ എത്തുമ്പോൾ മിക്സ് ചെയ്യുന്നതാണ് ആക്ച്വലി. അതാണ് നമ്മുടെ ഈ പരിപാടി വരുന്നത്. അപ്പൊ ഇത് റിയാക്ഷൻസ്, അത് കഴിഞ്ഞിട്ട് കൺവേർഷൻസിന് കുറച്ച് ചാർട്ടാണ് ആക്ച്വലി. പിന്നെ ഒരു മാപ്പ് മെത്തേഡ് എന്ന് പറയും. ബ്രെയിനിലോ ഓർമ്മയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ചാപ്റ്ററും എല്ലാ ഇക്വേഷൻസ്, അതുപോലെ 11th ഉണ്ട് ആക്ച്വലി. 11th നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടോ? ബെൻസീന്റെ ഒരു ചാപ്റ്റർ ഓർമ്മയുണ്ടോ ലാസ്റ്റ്? അപ്പോ അല്ലെ, പ്രണവിന് ഓർമ്മയുണ്ടാവുമല്ലോ. ഓക്കെ, ബെൻസീന്റെ നമ്മൾ കൺവേർഷൻ ഒരു ബെൻസീൻ. അപ്പൊ അതുപോലെ ഇതും നമ്മൾ വരും. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 8 മാർക്കിന്റെ ഏരിയ വരുന്നത്, 4 ചാപ്റ്ററിന്റെ കണക്ഷൻസ്. ആകെ അത് മാത്രമേ ഉള്ളൂ ടഫ്. ബാക്കിയുള്ളത് ഇങ്ങനെ ഓർഡറിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ സ്കൂളിൽ ഓർഗാനിക് കഴിഞ്ഞ ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് ഒന്ന് എഴുതുക, ക്ലിയർ ചെയ്യുക, അത് വൃത്തിയിൽ പഠിക്കാൻ നോക്കാം. 1-2 കൂടുതൽ ഇക്വേഷൻ അല്ല പഠിക്കേണ്ടത്, കുറച്ച് ഇക്വേഷൻസ് ഷാർപ്പ് ആക്കാം. അത് കഴിഞ്ഞിട്ട് അതേ ടൈപ്പ് ക്വസ്റ്റൻസ് ഇൻടെക്സിൽ കിടക്കണ്ടാവും, അത് ചെയ്തു പോകണം. അപ്പൊ തന്നെ ചെയ്തു പോകണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ സൊല്യൂഷനിൽ നിന്നാണ് തുടങ്ങാന്ന് കരുതിയത്, പക്ഷെ ഓർഗാനിക് കൂടുതലുള്ളതുകൊണ്ടാണ് ഓർഗാനിക് എന്ന് എടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും കൺസെപ്റ്റ് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഉണ്ടോ ഇഫ? ആദിഷ്
കേട്ടോ. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. മൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ.